സ്തോത്രം. കർത്താവിന്റെ അതിപരിശുദ്ധമായ തിരുനാമം ഇന്നുമെന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. സ്തോത്രം. കടന്നു വന്നിരിക്കുന്ന എല്ലാ ബഹുമാന്യ സഹോദരങ്ങൾക്കും, വിശേഷാൽ ഈ മീറ്റിംഗിൽ ഇത് ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന കർത്താവിന്റെ ബഹുമാന്യ ദാസൻ ഗർസി പാസ്റ്റർക്കും അദ്ദേഹത്തോടുകൂടി ഒരുമിച്ച് ശുശ്രൂഷയിൽ പങ്കാളികളാകുന്ന മറ്റു കൂട്ട ശുശ്രൂഷകന്മാർക്കും ദൈവമക്കൾ എല്ലാവർക്കും യേശു ക്രിസ്തുവിന്റെ പരിശുദ്ധമായ തിരുനാമത്തിൽ ഹൃദയപൂർവ്വം വന്ദനങ്ങൾ അറിയിക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ. പ്രിയപ്പെട്ട ഗർസി പാസ്റ്റർ പറഞ്ഞതുപോലെ ഞാൻ പല പ്രാവശ്യം ദുബൈയിൽ വരുവാനും സ്തോത്രം പാസ്റ്ററുടെ ഭവനത്തിൽ അതിഥിയായി പാർക്കുവാനും അവിടെ സ്നേഹവും സൽക്കാരങ്ങളും ശുശ്രൂഷകളും കൂട്ടായ്മകളും ഒക്കെ അനുഭവിക്കുവാനും കർത്താവ് എനിക്ക് അവസരം നൽകിയിട്ടുണ്ട്. അതെല്ലാം ഞാൻ നന്ദിയോടെ ദൈവസന്നിധിയിൽ ഓർക്കുകയും സ്തോത്രം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. സ്തോത്രം. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഞാൻ 2010 ന്യൂമോണിയ ഇച്ചിരി കടുത്ത അനുഭവം ഉണ്ടായിട്ട് ഞാൻ ഏകദേശം 1 മാസത്തോളം ഹോസ്പിറ്റലിൽ കഴിയേണ്ടി വന്നു. കർത്താവ് എന്നെ പൂർണ്ണമായും സുഖമാക്കി. അതിനുശേഷം ആദ്യമായി ഞാൻ ഒരു മീറ്റിംഗിൽ സംബന്ധിക്കുന്നത് ദുബൈയിലെ ബത്തേൽ IPCയിലാണ്. സ്തോത്രം. IPCയിൽ പാസ്റ്റർ ഗർസി പാസ്റ്ററുടെ കൂടെ അദ്ദേഹത്തിന്റെ ഭവനത്തിൽ പാർത്ത് അവരുടെ കൂടെ 2011 ഈ റംസാൻ ദിവസങ്ങളിലുള്ള ഈ ബൈബിൾ ക്ലാസ്സുകളിൽ ശുശ്രൂഷിച്ച് സന്തോഷത്തോടെ ഓർക്കുന്നു. സ്തോത്രം. സിസ്റ്റർ ഷീലയുടെയും കുഞ്ഞുങ്ങളുടെയും ഒക്കെ സ്നേഹവും കൂട്ടായ്മയും ഒക്കെ അന്ന് എനിക്ക് വളരെ ആസ്വാദ്യകരമായിരുന്നു. കുടുംബം സുവിശേഷത്തോട് കാണിക്കുന്ന എല്ലാ താല്പര്യത്തിനും കർത്താവിനോടുള്ള സ്നേഹത്തിനുമായി ദൈവമക്കളോട് കാണിക്കുന്ന കൂട്ടായ്മയ്ക്കും സ്നേഹത്തിനുമായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. സ്തോത്രം. ആ സഭ വളരെ അനുഗ്രഹകരമായി ഇതുവരെ നിലനിൽക്കുന്നതിൽ വളരെ സന്തോഷത്തോടെ കർത്താവിനെ സ്തുതിക്കുന്നു. സ്തോത്രം. ആട്ടെ, പാസ്റ്റർ പറഞ്ഞതുപോലെ വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് നമ്മൾ ഈ ദിവസങ്ങളിലെ ക്ലാസ്സുകൾക്കായി തെരഞ്ഞെടുത്തിരിക്കുന്നത്. വളരെ ഇതൊക്കെ എന്നെ പഠിക്കാനാ എന്ന് ചിലപ്പോൾ ചിലരുടെ മനസ്സിലൊക്കെ തോന്നാൻ സാധ്യതയില്ലാതില്ല. ഞങ്ങൾ നീതീകരിക്കപ്പെട്ടവരല്ലേ, ഞങ്ങൾ വിശുദ്ധീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയല്ലേ, ഞങ്ങൾ ദേശസ്കരണത്തിനായി തന്നെ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയല്ലേ, ഇതിന് എന്നെ പഠിക്കാനാ, അങ്ങനെ ചിന്തിക്കാൻ സാധ്യതയുള്ള ഒരു വിഷയം തന്നെയാണെന്നത് ഞാൻ എന്നോടുകൂടെ നിങ്ങൾ അംഗീകരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്നാൽ സഹോദരങ്ങളെ, സ്തോത്രം, നമ്മൾ അങ്ങനെ ചിന്തിക്കരുത്. നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെ ഒന്നും കൂടി ഒന്ന് ചിന്തിക്കുന്നത് നമ്മുടെ വിശ്വാസത്തിന്റെ സ്ഥിരതയ്ക്കും കർത്താവ് നമ്മോട് കാണിച്ചിരിക്കുന്ന കരുണയിൽ സന്തോഷിക്കുന്നതിനും ദൈവത്തോട് കൂടുതൽ നന്ദിയുള്ളവരായിരിക്കുന്നതിനും ഏതെങ്കിലും ഒരു മേഖലയിൽ എന്തെങ്കിലും ഒരു ചെറിയ തിരുത്ത് ആവശ്യമുണ്ടെങ്കിൽ അത് വരുത്തുന്നതിനും അത് സഹായകരമാകുമല്ലോ. സ്തോത്രം. അതുകൊണ്ട് ശ്രദ്ധയോടെ ഈ ക്ലാസ്സുകൾ നിങ്ങൾ സംബന്ധിക്കണമെന്ന് ഞാൻ താല്പര്യമായി നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. സ്തോത്രം. എനിക്കറിയാം പല സ്ഥലങ്ങളിലാണ് നമ്മൾ കൂടിയിരിക്കുന്നത്. ലോകത്തിൽ തന്നെ പല ഭാഗങ്ങളിൽ ആയിരക്കണക്കിന് കിലോമീറ്ററുകൾ ദൂരെ ഇരുന്നുകൊണ്ട് നമ്മൾ ഈ ദൈവദിനം ചിന്തിക്കുമ്പോൾ കർത്താവ് ഇങ്ങനെ ഒരു സംവിധാനം നമുക്ക് ഒരുക്കി തന്നു എന്നുള്ളതിൽ നമുക്ക് സന്തോഷിക്കാം. സ്തോത്രം. കാരണം വളരെ സാവകാശമായിട്ട് നമുക്ക് ഇങ്ങനെ ഒരുമിച്ച് കൂടാനായിട്ട് കഴിയുന്നുണ്ടല്ലോ. നമ്മളിതിനെ ലാഘവത്തോടെ കാണരുത്. ലാഘവത്തോടെ കാണരുതെന്ന് പറഞ്ഞാൽ പിന്നെ മൊബൈലോ അല്ലെങ്കിൽ കമ്പ്യൂട്ടറോ ലാപ്ടോപ്പോ ഒക്കെ ഓൺ ചെയ്ത് വെച്ചിട്ട് പിന്നെ നിങ്ങൾ ശരിയാണ്, നിങ്ങൾക്ക് ചുമതലകളൊക്കെ ഉണ്ടായിരിക്കും, ജോലിയുള്ളവരൊക്കെ ആണല്ലോ, അങ്ങ് പോയി മറ്റു കാര്യങ്ങളൊക്കെ ചെയ്ത് ഇടയ്ക്കിടയ്ക്ക് കേട്ടോണ്ട് അതുകൊണ്ട് ഇങ്ങനെ കേട്ടോണ്ടിരിക്കും. അങ്ങനെയുള്ള ഒരു സ്ഥിതി ദയവായിട്ടുണ്ടാകരുതേ എന്ന് ഞാൻ താല്പര്യമായി നിങ്ങളോട് അപേക്ഷിക്കുന്നു. സ്തോത്രം. ഞാന് ശരിക്കും ഈ സെക്യുലർ വേൾഡിൽ, പൊതുലോകത്തിൽ ഒരു അധ്യാപകനായിട്ടാണ് ഞാൻ പരിശീലിപ്പിക്കപ്പെട്ടത്. എനിക്ക് അധ്യാപന വൃത്തി വളരെ വളരെ താല്പര്യമാണ് താനും. ഈ അധ്യാപന വൃത്തിയിൽ ഈ ഐ കോണ്ടാക്ട് എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. എന്ന് പറഞ്ഞാൽ മുഖം നോക്കി, മുഖം കണ്ടുകൊണ്ട് സംസാരിക്കുന്ന ഒരനുഭവം. മാത്രമല്ല പ്രിയപ്പെട്ടവര്, നമ്മുടെ ഫേഷ്യൽ എക്സ്പ്രഷൻസ് കൊണ്ട്, അറിയാമല്ലോ, ബോഡി ലാംഗ്വേജ് എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ. ആ ഫേഷ്യൽ എക്സ്പ്രഷൻസ് കൊണ്ട് തന്നെ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ കൺവേ ചെയ്യാനായിട്ട് കഴിയും. ഈ ഇങ്ങനെയുള്ള ഈ സൂം മീറ്റിങ്ങിൽ അതിനുള്ള സാധ്യത ഇല്ല എന്നുള്ളത് നമുക്ക് അറിയാമല്ലോ. സ്തോത്രം. എല്ലാവരും കഴിവുണ്ടെങ്കിൽ ഈ വീഡിയോ ഒക്കെ ഇട്ടുകൊണ്ട് കേട്ടാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അതൊന്നും കൂടി ഒരു ശ്രദ്ധിക്കാനായിട്ട് ഒരു പ്രേരണ തന്നെ ആയിരിക്കും. ആട്ടെ, അതുകൊണ്ട് ഐ കോണ്ടാക്ട് ഇല്ല, ഞാൻ നിങ്ങളെ കാണുന്നില്ല, നിങ്ങൾക്ക് ചിലപ്പോൾ എന്നെ നിഴൽ കാണാൻ കഴിയുമായിരിക്കും.
എന്നാൽ അശ്രദ്ധ ദയവായിട്ടുണ്ടാകരുതേ എന്ന് ഞാൻ അപേക്ഷിക്കുന്നു. സ്തോത്രം. ഇവിടെ ശ്രദ്ധിച്ച് കേൾക്കണം. ഞാൻ സാധാരണ ക്ലാസ്സുകളിൽ പറയാറുള്ളത് പോലെ ഇതും ഞാൻ ഇവിടെയും ആവർത്തിക്കുന്നു. വെറും ഭംഗി വാക്കായിട്ട് ആവർത്തിക്കുകയല്ല, ആത്മാർത്ഥമായിട്ട് തന്നെ പറയുകയാണ്. ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്ന വിഷയങ്ങളിൽ നിങ്ങൾക്ക് ന്യായമായി എന്തെങ്കിലും ഒരു വിശദീകരണം ആവശ്യമുണ്ടായാൽ തീർച്ചയായിട്ടും നിങ്ങൾ അന്നേരം തന്നെ അവിടെ നിങ്ങളുടെ ഒരു കടലാസ് എഴുതുന്നു കുറിച്ചോണം. കുറിച്ചിട്ട് നിങ്ങൾ നിങ്ങളുടെ പാസ്റ്ററോട് പറയുകയോ നേരിട്ട് എന്നോട് പറയുകയോ ചെയ്യുന്നത് എനിക്ക് സന്തോഷമേ ഉള്ളൂ. തീർച്ചയായിട്ടും പിറ്റേ ദിവസം ദൈവവചനത്തിൽ എന്താ പറഞ്ഞിരിക്കുന്നത് എന്നുള്ളൊരു വിശദീകരണം പറഞ്ഞിട്ടേ ഞാൻ പോവുകയുള്ളൂ. പ്രിയപ്പെട്ടവരെ, അത് എന്റെ കടമയാണ്, അത് അനുഭവിക്കുന്ന നിങ്ങളുടെ അവകാശവുമാണ്. അതുകൊണ്ട് നിങ്ങൾ അതിന് താല്പര്യം കാണിക്കണം. ഒരു കാര്യം കൂടി ഞാനൊന്ന് അപേക്ഷിച്ചോട്ടെ. നിങ്ങൾക്ക് അറിയാവുന്ന വിഷയങ്ങളൊക്കെ ആയിരിക്കും ഞാൻ പഠിപ്പിക്കുന്നത്. നിങ്ങൾ പതിറ്റാണ്ടുകളായിട്ട് കർത്താവിന്റെ വചനം കേട്ടും വായിച്ചും പഠിച്ചും ഇരിക്കുന്ന സഹോദരങ്ങളാണല്ലോ. അപ്പൊ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ ആയിരിക്കും ഞാൻ നിങ്ങളോട് പറയുന്നത്. അത് ശരിയായിരിക്കും. പക്ഷേ എന്നാലും അത് ഒന്നും കൂടി മനസ്സിലൊന്ന് ഉറയ്ക്കുന്നതിന് സഹായകരമായി ഒരു ചെറിയൊരു സ്ക്രിബിളിംഗ് പാഡ്, ഒരു ചെറിയ ഒരു എന്താണ് പറയുന്നത്, ഒരു കോൺഫറൻസ് പാഡ് എന്നൊക്കെ പറയത്തില്ലേ, അത് ദയവ് ചെയ്തെടുത്ത് ഈ ക്ലാസ്സുകൾ നിങ്ങൾ ദയവായി ഒന്ന് എഴുതി വെക്കുന്നത്, ഞാൻ പറയുന്ന കാര്യങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കുന്നത്, പിന്നെ അതൊരാവശ്യമായാൽ വേറൊരാളെ പഠിപ്പിക്കാനായിട്ട് ആവശ്യമായ ഒരു സാഹചര്യത്തിൽ അതൊരു എളുപ്പമായിരിക്കും. അതും കൂടി ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു. നിങ്ങൾ അങ്ങനെ ചെയ്യുമല്ലോ. സ്തോത്രം. പിന്നെ മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾ ചോദിക്കുന്നതിനും പൂർണ്ണ അവകാശം നിങ്ങൾക്ക് ഉണ്ടായിരിക്കുമെന്ന് ഒരിക്കൽ കൂടി ഞാൻ നിങ്ങളെ ഓർപ്പിക്കുന്നു. ഇനി പൊതുവായി ചില കാര്യങ്ങൾ കൂടി ഒന്ന് പറഞ്ഞോട്ടെ. അതായത് ഈ ദൈവവചനം പഠിക്കുന്നത് ആത്മീയതയ്ക്ക് പ്രയോജനകരമാവുകയില്ല എന്ന് ചിന്തിക്കുന്ന ആളുകൾ പോലും നമ്മുടെ ഇടയിൽ ഇല്ലാതില്ല. മീൻസ് ദൈവവചനം പഠിക്കുന്നവനൊക്കെ നിരീശ്വരനാകുക, പഠിക്കുന്നതിനൊക്കെ മാത്രമല്ല, എടാ എവിടാ പഠിച്ചത് എന്നൊക്കെ ചോദിക്കുന്നവരെയൊക്കെ ഉണ്ട്. വലിയ കർത്താവിനാൽ ഉപയോഗിക്കപ്പെടുന്ന വലിയ പ്രസിദ്ധരായ ആളുകളൊന്നും ബൈബിൾ സ്കൂളിൽ പഠിച്ചവരൊന്നും അല്ല. അങ്ങനെയൊക്കെ ചിന്തിക്കുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട്. എന്നാൽ നിങ്ങൾ ഒരു കാര്യം മറക്കരുത്, അങ്ങനെ ആരെയെങ്കിലും ദൈവം ഉപയോഗിക്കുന്നെങ്കിൽ ഞാനതിൽ സന്തോഷിക്കുന്നു. പക്ഷെ ഒരു കാര്യം, ദൈവവചനത്തിന്റെ പ്രമാണമെന്ന് പറയുന്നത് പഠിച്ചും നിശ്ചയം പ്രാപിച്ചും ഇരിക്കണമെങ്കിൽ എന്നാണ്. സ്തോത്രം. മാത്രമല്ല, നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് താൻ തന്നെ 12 ശിഷ്യന്മാരെ തന്റെ കൂടെ കൊണ്ടു നടന്ന് 3.5 വർഷം അവരെ പരിശീലിപ്പിച്ച ശേഷമാണ് അവരെ കർത്താവിന്റെ സാക്ഷികളായി നിയോഗിച്ചത്. പരിശുദ്ധാത്മ സ്നാനാനുഭവം പ്രാപിച്ച ശേഷമാണ് സാക്ഷ്യത്തിനായി നിയമിച്ചതെന്നുള്ളത് നമ്മൾ മറന്നു പോകരുത്. അതുകൊണ്ട് പഠിക്കുന്നത് ആവശ്യമെന്നല്ല, അത്യാവശ്യമായ ഒരു കാര്യമാണ്. അത് മറന്നു പോകരുത്. ഇന്ന് നമ്മുടെ സഭകൾക്ക് സംഭവിച്ചിരിക്കുന്ന ഒരപചയം എന്താന്ന് ചോദിച്ചാൽ, ദൈവവചനത്തിന്റെ പ്രാധാന്യം നമ്മൾ കുറച്ചുപോയി എന്നുള്ളത് ദൈവസഭകളിൽ ഇന്ന് കാണുന്ന അപചയത്തിന് എന്ന് പറഞ്ഞാൽ മൂല്യച്യുതിക്ക്. പറയുന്ന വാക്കുകളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ. സോ ഡിറ്റീരിയറേഷൻ ഓഫ് ദ സ്പിരിച്വൽ വാല്യൂസ്, അതിന് കാരണമെന്ന് പറഞ്ഞാൽ ദൈവവചനത്തെ അവഗണിക്കുന്നു എന്നുള്ളതാണ്. നമ്മൾ അങ്ങനെ ആകരുത്. വചനം പഠിക്കണം. സ്തോത്രം. ഒരിക്കലും പരിശുദ്ധാത്മ പ്രവർത്തനത്തിന് തടങ്കലായി നിൽക്കുന്നതല്ല വചന പഠനം. അങ്ങനെ ഒരിക്കലും നിങ്ങൾ ചിന്തിക്കരുത്. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവിനാലാണ് നമുക്ക് പഠിക്കാൻ കഴിയുന്നത്. പരിശുദ്ധാത്മാവിന് സഹായമില്ലെങ്കിൽ നമുക്കിത് പഠിക്കാൻ കഴിയുന്നതല്ല. അതുകൊണ്ട് സ്തോത്രം, ആത്മിക ശുശ്രൂഷകളിൽ മറ്റേതൊരു ശുശ്രൂഷയെക്കാളും ഒട്ടും കുറഞ്ഞതല്ല വചന ശുശ്രൂഷ. ഒരു കാര്യം കൊണ്ടൊന്ന് എടുത്തു പറഞ്ഞോട്ടെ, എല്ലാ ആത്മിക ശുശ്രൂഷകളും തുല്യ പ്രധാനങ്ങളാണ്. പ്രാർത്ഥന, ഉപവാസ പ്രാർത്ഥന, പരിശുദ്ധാത്മ സ്നാനം, പിന്നെ കൃപാവരങ്ങളുടെ ശുശ്രൂഷ, സുവിശേഷീകരണം, പാസ്റ്ററൽ മിനിസ്ട്രി, പിന്നെ കൗൺസിലിംഗ്, ഈ എല്ലാ ആത്മിക ശുശ്രൂഷകളും തുല്യ പ്രധാനങ്ങളാണ്. ഒരേപോലെ പ്രധാനമാണ്. തുല്യപ്രധാനമായിരിക്കുമ്പോൾ തന്നെ സമന്മാരിൽ ഒന്നാമൻ എന്ന പദവി ദൈവവചനത്തിനുണ്ട്. അത് നമ്മൾ മറന്നു പോകരുത്. സമന്മാരിൽ ഒന്നാമൻ, എല്ലാം തുല്യപ്രധാനങ്ങളായിരിക്കുമ്പോൾ തന്നെ അതിൽ സമന്മാരിലെ ഒന്നാമൻ ദൈവവചനമാണ്. കാരണം ബാക്കി എല്ലാ ശുശ്രൂഷകളും
ഈ വചനത്തിന്റെ ചട്ടക്കൂടിനകത്തായിരിക്കണം. ബാക്കി എല്ലാ ആത്മീക ശുശ്രൂഷകളും വചനാനുസൃതമായിരിക്കണം. അതുകൊണ്ട് ഇതാണ് സമന്മാരിൽ ഒന്നാമൻ എന്ന പദവിയുള്ളത്. അതുകൊണ്ട് വചനത്തെ ഒരിക്കലും നമ്മൾ കുറച്ച് കാണരുതേ എന്ന് ഞാൻ പ്രാരംഭത്തിൽ തന്നെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ വിഷയത്തിലേക്ക് കടക്കുവാനായി കർത്താവിന്റെ കൃപയിൽ ശരണപ്പെടുന്നു. സ്തോത്രം. നമുക്ക് പ്രാർത്ഥനയോടെ ഈ വിഷയം നമുക്ക് ചിന്തിക്കാം. ഒരിക്കലും ഞാൻ കരുതുന്നില്ല, ഞാൻ നിങ്ങളെ പഠിപ്പിക്കുന്നു എന്ന് ഞാൻ ചിന്തിക്കുന്നില്ല. നമ്മൾ ഒരുമിച്ച് ദൈവവചന സത്യങ്ങൾ ഒരുമിച്ച് ചിന്തിക്കുന്നു. ആ ഒരുമിച്ച് ചിന്തിക്കുന്നതിൽ ഞാൻ ഒരു ലീഡ് ചെയ്യുന്നു, അത്രേ ഉള്ളൂ. ഞാൻ നിങ്ങളെ ഒന്ന് ഗൈഡ് ചെയ്യുന്നു, അത്രേ ഉള്ളൂ. അല്ലാതെ ഞാൻ നിങ്ങളെ പഠിപ്പിക്കുന്നു എന്ന് ഞാൻ കരുതുന്നില്ല. സ്തോത്രം. അതുകൊണ്ട് നമുക്ക് ഒരുമിച്ച് ഈ വിഷയം ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ പരിശുദ്ധാത്മാവിന്റെ സഹായത്തോടുകൂടെ പ്രാർത്ഥനാപൂർവം നമുക്ക് വിചിന്തനം ചെയ്യുവാനായിട്ട് ഈ ദിവസങ്ങളിൽ കർത്താവ് നമുക്ക് കൃപ നൽകട്ടെ എന്ന് ഞാൻ ഹൃദയപൂർവ്വം പ്രാർത്ഥിക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ. ഒരു വാക്യം ഒന്ന് ആധാരമായിട്ട് രണ്ട് വാക്യങ്ങൾ വായിക്കാൻ എനിക്കൊരു പ്രേരണയുണ്ട്. തെസ്സലോനിക്കർക്ക് പൗലോസ്ലീഹ എഴുതിയ രണ്ടാമത്തെ ലേഖനം, അതിന്റെ 2-ാമത്തെ അധ്യായം, അതിന്റെ 14-ാമത്തെ വാക്യം നമുക്ക് എല്ലാവർക്കും പരിചയമുള്ള വാക്യമാണ്. 2 തെസ്സലോനി 2:14. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ മഹത്വം പ്രാപിപ്പാനല്ലോ അവൻ ഞങ്ങളുടെ സുവിശേഷ ഘോഷണത്താൽ നിങ്ങളെ രക്ഷയ്ക്ക് വിളിച്ചത്. സ്തോത്രം. ദൈവമാണ് വിളിക്കുന്നത്, പക്ഷെ ഞങ്ങളിലൂടെയാണ് വിളിക്കുന്നത്. സുവിശേഷകന്മാർ കർത്താവിന് പകരം സ്ഥാനപതികളായി, കർത്താവിന് പകരം ദൈവത്തിന്റെ അരുളപ്പാടുകൾ കേൾവിക്കാരെ അറിയിക്കുന്നു എന്നത് മാത്രമാണ്. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാമല്ലോ, പണ്ട് കാലത്തൊക്കെ രാജാവിന്റെ വിളംബരങ്ങൾ ഘോഷകന്മാർ പ്രഖ്യാപിക്കുമായിരുന്നു. അന്ന് പബ്ലിക് അഡ്രസ് സിസ്റ്റം ഒന്നുമില്ല, മൈക്കൊന്നുമില്ലല്ലോ. അവര് ഘോഷകന്മാർ എന്നൊരു കൂട്ടമുണ്ട്. ഘോഷകന്മാർ ഭയങ്കര ശബ്ദത്തിൽ സംസാരിക്കും. അവർക്ക് പ്രത്യേക പരിശീലനങ്ങളൊക്കെ ഉണ്ട്. ആ പ്രത്യേക പരിശീലനമൊക്കെ ലഭിച്ചവർ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോ മെഗാഫോൺ എന്ന് പറഞ്ഞ് ഇങ്ങനെ ഒരു പാട്ട വളച്ച് ഉണ്ടാക്കുമായിരുന്നു. അതാ ഘോഷകന്മാർ. നമ്മള് ദാനിയേലിന്റെ പ്രവചനത്തിൽ വായിക്കുന്നുണ്ട് ഘോഷകൻ. അത് ചരിത്ര പുസ്തകങ്ങളൊക്കെ നമുക്ക് അതിനെ കുറിച്ച് കാണാൻ കഴിയുന്നതാണ്. ആ ഘോഷകന്മാർ രാജാവിന്റെ അരുളപ്പാടുകൾ പൊതുവിൽ പരസ്യമായി വിളംബരം ചെയ്യുമായിരുന്നു. അത് ആ വിളംബരം ചെയ്യുന്നത് ഘോഷകനാണെങ്കിലും അരുളപ്പാട് രാജാവിൻ്റെതാണ്. സന്ദേശം രാജാവിൽ നിന്നാണ്. അതിനകത്തെ ആഹ്വാനം രാജാവിൽ നിന്നാണ്. ഇതുപോലെ സ്തോത്രം, ഞങ്ങളുടെ സുവിശേഷ ഘോഷണത്താൽ അവൻ നിങ്ങളെ രക്ഷയ്ക്ക് വിളിച്ചു. സ്തോത്രം. ദൈവമാണ് രക്ഷയ്ക്ക് നമ്മളെ വിളിച്ചിരിക്കുന്നത്. ഞങ്ങൾ സുവിശേഷകന്മാർ വെറും ഘോഷകന്മാരാണ്. ഞങ്ങൾ പറയുന്ന സന്ദേശത്തിന്റെ ഉടമസ്ഥൻ സർവശക്തനായ ദൈവമാണ്. എന്തിനാ വിളിച്ചേക്കുന്നത്? സ്തോത്രം, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ മഹത്വം പ്രാപിക്കുവാനാണ്. രക്ഷ എന്ന് പറയുന്നതിൽ പാപമോചനം, പിന്നെ മനസമാധാനം, ദൈവത്തോടുള്ള നിരപ്പ്, പിന്നെ ജീവിതത്തിൽ വലിയ സ്വസ്ഥത, സ്വൈര്യത, പാപ സ്വഭാവത്തിൽ നിന്നുള്ള മോചനം, പ്രശ്നങ്ങളിൽ നിന്നുള്ള വിടുതൽ എന്ന് വേണ്ട ഇങ്ങനെയുള്ള അനേക കാര്യങ്ങൾ ഉൾക്കൊള്ളുന്നുണ്ട്. അതെല്ലാം പ്രിയപ്പെട്ടവരെ ഉപോൽപ്പന്നങ്ങളെ പോലെ അപ്രധാനങ്ങളാണെന്ന് പറയുമ്പോൾ ദേഷ്യം തോന്നരുത്. ഏറ്റവും ആത്യന്തികമായുള്ള ആ ലക്ഷ്യമെന്ന് പറയുന്നത് തേജസ്കരണമാണ്. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ മഹത്വം പ്രാപിപ്പാനാണ് അവൻ ഞങ്ങളുടെ സുവിശേഷ ഘോഷണത്താൽ നിങ്ങളെ രക്ഷയ്ക്ക് വിളിച്ചിരിക്കുന്നത്. അപ്പോൾ രക്ഷ എന്നുള്ളതിനകത്ത് എന്തുണ്ടെന്ന് അവിടുന്ന് മനസ്സിലാക്കാവില്ല. 2-ാമത്തെ വാക്യം കൂടി ഒന്ന് വായിച്ച അതേ ആശയമാണെങ്കിലും 2 സാക്ഷികളെ വാമൊഴിയാൽ ഏത് കാര്യം ഉറപ്പാകുമെന്നുള്ളതുകൊണ്ട് 2-ാമത്തെ വാക്യം കൂടെ ഞാൻ വായിക്കുന്നതും പൗലോസ്ലീഹ തന്നെ എഴുതിയ ലേഖനത്തിൽ നിന്നാണ്. തിമോഥെയോസിന് പൗലോസ്ലീഹ എഴുതിയ 2-ാമത്തെ ലേഖനം, അതിലെ 2-ാമത്തെ അധ്യായം, അതിന്റെ 10-ാമത്തെ വാക്യം, 2 തിമോത്തി 2:10. അതുകൊണ്ട് ക്രിസ്തുയേശുവിലുള്ള രക്ഷ നിത്യ തേജസ്സോടുകൂടെ വൃതന്മാർക്ക് കിട്ടേണ്ടതിന്
ഞാൻ അവർക്കായി സകലവും സഹിക്കുന്നു. കണ്ടോ? അതുകൊണ്ട് ക്രിസ്തുവിലുള്ള രക്ഷ ഏതാ? രക്ഷയില്ലാത്ത എന്തുകൊണ്ട്? നിത്യ തേജസ്സോടുകൂടെ. കണ്ടോ? ഇനി വൃതന്മാർക്ക് എന്ന് പറയുന്നതിനകത്ത് വിശുദ്ധീകരണം ഉൾക്കൊള്ളുന്നു. നോക്കണേ, സ്തോത്രം. ക്രിസ്തുവിലുള്ള രക്ഷ നിത്യ തേജസ്സോടുകൂടെ വൃതന്മാർക്ക് കിട്ടേണ്ടതിന് ഞാൻ അവർക്കായി സകലവും സഹിക്കുന്നു. സ്തോത്രം. നമുക്കറിയാമല്ലോ, അതിന്റെ തെസ്സലോനിക്കർക്കെഴുതിയ ലേഖനത്തിൽ വായിച്ചപ്പോൾ യേശു ക്രിസ്തുവിന്റെ മഹത്വം ഇവിടെ വന്നപ്പോൾ നോക്കണേ, നിത്യ തേജസ്. ഇതെല്ലാം ആശയം ഒന്നാണ്. അല്പം വ്യത്യാസം ഈ രണ്ട് പ്രയോഗങ്ങളിലുമുണ്ട്. കർത്താവ് അനുവദിച്ചാൽ ഈ അടുത്ത ദിവസങ്ങളിൽ ആ വ്യത്യാസമൊക്കെ വെളിപ്പെടുത്തുവാനായിട്ട് എന്റെ ഹൃദയത്തിൽ താല്പര്യമുണ്ട്. കർത്താവിനുള്ള കൃപയും സാവകാശവും നൽകട്ടെ. ഇവിടെ അപ്പോൾ രക്ഷ എന്ന് പറയുമ്പോൾ നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന ഈ മനസമാധാനമോ പിന്നെ പാപമോചനത്തിന്റെ സന്തോഷമോ അതുപോലെ നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന ദൈവിക കൂട്ടായ്മയുടെ മാധുര്യമോ പിന്നെ പാപ സ്വഭാവങ്ങളിൽ നിന്ന് നമുക്ക് ലഭിച്ചിരിക്കുന്ന സ്വാതന്ത്ര്യമോ ഇതിലൊന്നും ഒതുങ്ങുന്നതല്ല രക്ഷ. നമുക്കറിയാം, രക്ഷയ്ക്ക് 3 ഘട്ടങ്ങളുണ്ട് എന്നുള്ളത് നമുക്കറിയാം. ആ 3 ഘട്ടങ്ങളാണ് നമ്മൾ വിചിന്തനത്തിനായി വിഷയമായി തെരഞ്ഞെടുത്തിരിക്കുന്നത്. ഒന്നാമത്തത് നീതീകരണം, 2 വിശുദ്ധീകരണം, 3 തേജസ്കരണം. പെട്ടെന്ന് നിങ്ങൾക്ക് അതിന്റെ നിർവചനങ്ങൾ അറിയാം. നീതീകരണം എന്നാൽ പാപത്തിന്റെ ശിക്ഷയിൽ നിന്നുള്ള വിടുതലാണ്, നമുക്കറിയാം. വിശുദ്ധീകരണം എന്നാൽ പാപത്തിന്റെ ശക്തിയിൽ നിന്നുള്ള വിടുതലാണ്. അതായത് നമ്മൾ രക്ഷിക്കപ്പെടുമ്പോൾ നമ്മുടെ പാപ സ്വഭാവം നമ്മളിൽ നിന്നും പിഴുത എറിയപ്പെടുന്നില്ല. നമ്മുടെ പാപ പ്രകൃതത്തിന് മാറ്റം അടിസ്ഥാനപരമായിട്ട് ഉണ്ടാകുന്നില്ല. അത് പിന്നെ നമ്മുടെ ജീവിതത്തിൽ വരുത്തേണ്ട പരിശുദ്ധാത്മാവിനാൽ വരേണ്ട മാറ്റമാണ്. പാപപ്രകൃതം പിന്നെയും നമ്മളിൽ കുടികൊള്ളുന്നു. അതാണല്ലോ പൗലോസ് ശ്ലീഹ തന്നെ പറയുന്നല്ലോ, എന്നിൽ എന്ന് വെച്ചാൽ എൻ്റെ ജഡത്തിൽ നന്മ വസിക്കുന്നില്ല. പിന്നെ താഴോട്ട് വായിക്കുമ്പോൾ ഞാൻ ഇച്ഛിക്കാത്തതിനെ ചെയ്യുന്നു എങ്കിലോ അത് ഞാനല്ല, എന്നിൽ വസിക്കുന്ന പാപമത്രേ. അത് ഞാനല്ല, എന്നിൽ വസിക്കുന്ന പാപമത്രേ. അപ്പോൾ പാപമെന്ന് പറഞ്ഞാൽ ആ പാപപ്രകൃതം പൗലോസ് ശ്ലീഹായിൽ പോലും നിലനിൽക്കുന്നു എന്നുള്ളതാണ് അദ്ദേഹം അവിടെ പറഞ്ഞിരിക്കുന്നത്. ആ പാപപ്രകൃതം, ആ പാപ സ്വഭാവം നമ്മളിൽ കുടികൊള്ളുന്നതിനാൽ ആ പാപ സ്വഭാവം നമ്മളെ പിന്നെയും കീഴ്പ്പെടുത്തുവാനുള്ള സാധ്യതയുണ്ട്. ആ പാപപ്രകൃതം നമ്മളെ കീഴ്പ്പെടുത്തുവാൻ സാധ്യതയുള്ളതിനാൽ ആ പാപ സ്വഭാവത്തിന്മേൽ അനുദിനവും നാം ജയം പ്രാപിച്ചുകൊണ്ടേയിരിക്കണം. അപ്പോൾ അതാണ് വിശുദ്ധീകരണം. കൂടുതൽ വിവരങ്ങൾ നമുക്ക് അതിനെ സംബന്ധിച്ച് പിന്നെ ചിന്തിക്കാം. വിശുദ്ധീകരണം. മൂന്നാമത്തത് തേജസ്കരണമാണ്. തേജസ്കരണം പാപത്തിന് അധീനമായ ശരീരത്തിൽ നിന്നും പാപ സാഹചര്യത്തിൽ നിന്നും എന്നേക്കുമായി പൂർണ്ണമായ വിടുതൽ പ്രാപിക്കുന്നതാണ് തേജസ്കരണം. സ്തോത്രം. അതുകൊണ്ടാണ് നമ്മൾ തിരുവെഴുത്തിൽ വായിക്കുമ്പോൾ നാം രക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു, നാം രക്ഷിക്കപ്പെടും എന്ന് ഇങ്ങനെ ത്രികാല സംബന്ധമായി ഈ 3 അനുഭവങ്ങളെയും പരിശുദ്ധാത്മാവ് തിരുവെഴുത്തിൽ വെളിപ്പെടുത്തിയിട്ടുണ്ട്. അതൊക്കെ നമുക്ക് പിന്നെ കൂടുതൽ വിശദമായിട്ട് ചിന്തിക്കാം. ഇന്ന് ഞാൻ മുഖവുരയായി ചില കാര്യങ്ങൾ പറയുകയാണ്. സ്തോത്രം. പ്രിയപ്പെട്ടപ്പോൾ നീതീകരണം, വിശുദ്ധീകരണം, തേജസ്കരണം, ഈ 3 അവസ്ഥകൾ, 3 ഘട്ടങ്ങളാണ് നമ്മുടെ രക്ഷയ്ക്കുള്ളത്. സ്തോത്രം. അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ പറയാം, നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്നു, പാപത്തിന്റെ ശിക്ഷയിൽ നിന്ന് വിടുതൽ പ്രാപിച്ചിരിക്കുന്നു. 2, നാം പാപത്തിന്റെ ശക്തിയിൽ നിന്ന് വിടുതൽ പ്രാപിച്ചുകൊണ്ടേയിരിക്കുന്നു. സ്തോത്രം. 3, നാം പാപ സ്വഭാവത്തിലും പാപത്തിന്റെ അടിമത്വത്തിലും ഇരിക്കുന്ന ഈ ശരീരത്തിൽ നിന്നും
ശരീരത്തിന്റെ വീരെടുപ്പായ പുത്രത്വത്തിന്റെ പൂർണ്ണത നമ്മൾ പ്രാപിക്കുന്നു. സ്തോത്രം. നോക്കണേ, അപ്പോൾ ഈ രക്ഷയുടെ ത്രികാലാനുഭവം എന്ന് നിങ്ങൾ തീർച്ചയായിട്ടും കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ. സ്തോത്രം. ആട്ടെ, ഞാൻ മുൻപോട്ട് പോകുന്നു. ഈ 3 അവസ്ഥകളും നമ്മളിലെ 3 ഭാഗങ്ങൾ, അല്ലെങ്കിൽ നമ്മളിലെ ആളത്വത്തിന്റെ 3 വശങ്ങളെയാണ് പ്രധാനമായും സ്വാധീനിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ദൈവം ത്രിയേകനായിരിക്കുന്നു. ആ ത്രിയേകനായ ദൈവം അവിടുത്തെ തന്നെ സ്വരൂപത്തിലും അവിടുത്തെ തന്നെ സാദൃശ്യത്തിലുമാണ് നമ്മെ സൃഷ്ടിച്ചിരിക്കുന്നത്. ത്രിയേക ദൈവം ദൈവത്തിന്റെ തന്നെ സ്വരൂപത്തിലും ദൈവത്തിന്റെ തന്നെ സാദൃശ്യത്തിലും സൃഷ്ടിച്ചിരിക്കുന്നു. അതൊക്കെ വളരെ വിശദമായിട്ട് നമുക്ക് ചിന്തിക്കാനുള്ളതാണ്. ദൈവം അനുവദിച്ചാൽ നമുക്ക് ചിന്തിക്കാം. സ്വരൂപം, സാദൃശ്യം. നോക്കണേ, അപ്പോൾ ഇതിൽ സ്വരൂപവും സാദൃശ്യം എന്ന് പറയുമ്പോൾ ആന്തരികവും ബാഹ്യവുമായ കാര്യങ്ങളെ ആ പ്രയോഗത്തിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. കർത്താവ് വെച്ചാൽ നമുക്ക് പിന്നെ വിശദീകരിക്കാം. പ്രിയപ്പെട്ടവരെ, സ്തോത്രം. അപ്പൊ നമ്മള് അനുരൂപണ എന്ന് പറയുമ്പോൾ 4 കാര്യങ്ങൾ എടുത്തു പറഞ്ഞിട്ടുണ്ടെന്ന് നമുക്കറിയാം. നീതി, വിശുദ്ധി, തേജസ്, പരിജ്ഞാനം. ഈ 4 കാര്യങ്ങളാണ് ദൈവാനുരൂപതയായി നമ്മൾ പ്രാപിച്ചിരിക്കുന്നത്. സ്തോത്രം. അപ്പോൾ സാദൃശ്യം എന്ന് പറയുന്നതാണ് നമ്മുടെ പുറമേ ഉള്ള ഈ ആകാരത്തെ സൂചിപ്പിക്കുന്നു. സ്തോത്രം. അപ്പോൾ പ്രിയപ്പെട്ട, അപ്പോൾ നമ്മള് ദൈവം തന്റെ തന്നെ സ്വരൂപത്തിലും സാധ്യത നമ്മൾ സൃഷ്ടിച്ചിരിക്കുന്നതിൽ ഒരു കാര്യം കൂടി എടുത്തു പറയാനുണ്ട്. ദൈവം ത്രിയേകനായിരിക്കുന്നത് പോലെ നമ്മളും ത്രിയേകന്മാരാണ്. 3 കൂടിയ 1 എന്ന് നമുക്ക് പറയാം. പ്രിയ ദൈവമക്കളെ, ഈ ത്രിയേകത്വം ആർക്കെങ്കിലും സംശയമുണ്ടെങ്കിൽ നിങ്ങൾ വിശദീകരിച്ച് കൊടുക്കുവാൻ ഒരു സാവകാശം കിട്ടിയാൽ നിങ്ങൾ അത് ചെയ്യണം. എനിക്ക് തോന്നുന്നത് ഒരു നല്ല ഒരു ഭാഗം ഉപദേശ പെശകുകളും ഉണ്ടായിരിക്കുന്നത് ഈ ത്രിയേകത്വം സംബന്ധിച്ചുള്ള വ്യക്തതയില്ലായ്മയാണ് അതിന്റെ കാരണം. സ്തോത്രം. അപ്പോൾ ത്രിയേകത്വം എന്ന് പറയുന്നത് നമ്മൾ തീർച്ചയായിട്ടും വ്യക്തമായി ബോധ്യപ്പെട്ടിരിക്കേണ്ടതാണ്. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം ആദ്യത്തെ വാക്യം മുതൽ തന്നെ ദൈവം എന്ന് തുടങ്ങുന്നത് അവിടെ മുതൽ തന്നെ ആദ്യം ദൈവം, അവിടെ മുതൽ തന്നെ ഈ ത്രിയേകത്വത്തിന്റെ സൂചനയുണ്ട്. നാം നമ്മുടെ സ്വരൂപത്തിൽ നമ്മുടെ സാദൃശ്യപ്രകാരം. അത് പൂജക ബഹുവചനമൊന്നുമല്ല. സ്തോത്രം. പിന്നെ ബഹുത്വത്തെ സൂചിപ്പിക്കുന്ന വാക്ക് തന്നെയാണ്. പ്രിയപ്പെട്ട, അപ്പോൾ ഈ വേദപുസ്തകത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തമായ വെളിപ്പാടാണ് ത്രിയേകത്വം എന്ന് പറയുന്നത്. ഈ ത്രിയേകത്വം മീൻസ് വേറൊരാളും കൂടെ പറഞ്ഞു കൊടുക്കാൻ സഹായകരമാകുന്ന വിധത്തിൽ ഞാൻ ഇതൊന്ന് വിശദീകരിച്ചു തന്നിട്ട് മുമ്പോട്ട് തുടരാം. വളരെ ബേസിക് ആയിട്ടുള്ള കാര്യമാണല്ലോ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, സ്തോത്രം. ദൈവം ഒരു വ്യക്തിയും 3 വ്യക്തിത്വങ്ങളും ഉൾക്കൊള്ളുന്നവരാണ്. ഒരു വ്യക്തി 3 വ്യക്തിത്വങ്ങൾ ദൈവ ത്രിയേകത്വത്തിൽ ഉൾക്കൊള്ളുന്നു. പ്രിയപ്പെട്ടവരെ, സ്തോത്രം. അപ്പോൾ പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്നീ 3 പേരുകളിലാണ് ഈ 3 ആളത്വങ്ങളെ തിരുവെഴുത്ത് വെളിപ്പെടുത്തിയിരിക്കുന്നത്. എന്തുകൊണ്ട് ആ പേര് പറഞ്ഞിരിക്കുന്നു എന്നൊക്കെ ഉള്ളതും നേരം കിട്ടുകയാണെങ്കിൽ ഞാൻ വിശദീകരിക്കാം. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, അപ്പോൾ പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് ഈ 3 ആളത്വങ്ങളിൽ വെളിപ്പെട്ടിരിക്കുന്ന ഏക സത്യദൈവം. ഈ ത്രിയേക ദൈവത്തെക്കുറിച്ച് നിലനിൽപ്പിൽ ഒരുമിച്ചും ശുശ്രൂഷയിൽ സ്വതന്ത്രരും എന്ന് പറയാം. നിലനിൽപ്പിൽ ഒരുമിച്ചും ശുശ്രൂഷയിൽ സ്വതന്ത്രരുമാണ്. അതിന് ഏറ്റവും നല്ല ഉദാഹരണം മനുഷ്യൻ തന്നെയാണ്. കാരണം ദൈവം തന്റെ തന്നെ സ്വരൂപത്തിലും തന്റെ തന്നെ സാദൃശ്യത്തിലും മനുഷ്യനെയാണ് സൃഷ്ടിച്ചത്. വേറൊരു ജീവിക്കും വേറൊരു സൃഷ്ടിക്കും ഈ ദൈവം തന്റെ തന്നെ സ്വരൂപവും സാദൃശ്യവും നൽകിയിട്ടില്ല. നമുക്കാണ് നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് ദൈവത്വത്തിന്റെ ഈ ത്രിയേകത്വ പ്രകൃതം നമ്മളിലാണ് ഏറ്റവും വ്യക്തമായി ഉദാഹരിക്കപ്പെട്ടിരിക്കുന്നത്. സ്തോത്രം. നമ്മൾ 3 കൂടിയ 1.
അപ്പോൾ നമുക്കറിയാം ആത്മാവ്, ദേഹി, ദേഹം. ഈ രക്ഷയുടെ 3 ഘട്ടങ്ങളും ഇത് 3മായി ബന്ധപ്പെട്ടിരിക്കുന്നതുകൊണ്ടാണ് ഞാൻ ഇതിവിടെ ആദ്യം ഒന്ന് വിശദീകരിക്കുന്നത്. പിന്നെ പ്രയോജനങ്ങളോ ഒന്നും മറച്ചു വെക്കരുതല്ലോ, അതുകൊണ്ടാണ് ത്രിയേകത്വം കൂടെ കൂട്ടത്തിൽ ചേർത്ത് പറയും. നിങ്ങൾ എന്നെ ശ്രദ്ധിക്കുക. അപ്പോ ആത്മാവ്, ദേഹി, ദേഹം. തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം 5-ാം അധ്യായം 23-ാം വാക്യത്തിൽ നമ്മളൊന്ന് കാണുന്നുണ്ട്. അതുപോലെ എബ്രായ ലേഖനം 4-ാം അധ്യായം 12-ാമത്തെ വാക്യത്തിൽ കാണുന്നുണ്ട്. സമാധാനത്തിന് ദൈവം തന്നെ നിങ്ങളെ മുഴുവനും ശുദ്ധീകരിക്കുമാറാകട്ടെ. നിങ്ങളെ ആത്മാവും പ്രാണനും ദേഹവും അശേഷം കർത്താവിന്റെ പ്രത്യക്ഷത്തിൽ അനിന്യമായി വെളിപ്പെടും വണ്ണം കാക്കപ്പെടുമാറാകട്ടെ. കണ്ടോ? അപ്പോൾ 3 നിങ്ങളെ മുഴുവനും ശുദ്ധീകരിക്കുമാറാകട്ടെ എന്ന് പറഞ്ഞാൽ മുഴുവനും എന്നതിനകത്ത് എന്തൊക്കെയുണ്ട്? ആത്മാവ്, പ്രാണൻ, ദേഹം, 3മുണ്ട്. സ്തോത്രം. അപ്പോൾ ആത്മാവ്, പ്രാണൻ, നമ്മൾ പറയുമ്പോൾ തിരിച്ചാ പറയാറ്. ദേഹി, ദേഹമാത്മാ, ദേഹം, ദേഹി, ആത്മാവെന്നാ പറയാം. പക്ഷെ പരിശുദ്ധാത്മാവ് എപ്പോഴും ഉണ്ടല്ലോ തിരിച്ചാ. ആത്മാവിനാണ് 1-ാമത്തെ സ്ഥാനം കൊടുക്കുന്നത്. പ്രിയപ്പെട്ടവരെ, അത് തന്നെയാണല്ലോ എബ്രായർ നമ്മൾ വായിക്കുന്നുണ്ട്. സ്തോത്രം. ദൈവത്തിന്റെ വചനം ഇരുവായ്ത്തിലുള്ള വാളിനേക്കാൾ മൂർച്ചയേറിയതും ആത്മാവിനെയും പ്രാണനെയും സന്ധിമജ്ജകളെയും വേർപിടിവിക്കും വരെ തുളച്ചേരുന്നതും ഹൃദയത്തിന്റെ ചിന്തകളെയും ഭാവങ്ങളെയും വിവേചിക്കുന്നതുമാകുന്നു. അപ്പോൾ നോക്കണേ, അപ്പോൾ ആത്മാവ്, ദേഹി, ദേഹം, ഇത് 3 നമ്മളിലെ 3 ഘടകങ്ങളാണ്. നമ്മൾ ഇവിടെ ഇരിക്കുമ്പോൾ നമ്മൾ എല്ലാവരും ഇത് ശ്രദ്ധിക്കുന്ന മുഴുവൻ പേരും ത്രിയേകന്മാരാണ്. സ്തോത്രം. വേഗം ഒരു നിർവചനം പറഞ്ഞ് വേഗം മുമ്പോട്ട് കാര്യം നീതീകരണം, വിശദീകരണം, തേജസ്കരണം ഇത് മനസ്സിലാക്കാനും ഇത് 3 ആവശ്യം. അതുകൊണ്ടാണ് ഇത് പറയുന്നത്. ശ്രദ്ധിക്കുക. കൂട്ടത്തിൽ ത്രിയേകത്വം കൂടെ ഞാൻ വിശദീകരിക്കുന്നു എന്നേ ഉള്ളൂ. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഇനി നമുക്ക് ഈ പഠനത്തിൽ അല്ലെങ്കിൽ ടീച്ചിങ്ങിൽ ഒരു തത്വമുണ്ട്. ഫ്രം ദ നോൺ ടു ദ അൺനോൺ എന്ന. അറിയാവുന്നതിൽ നിന്ന് അറിയാൻ മേലാത്തതിലേക്ക് ഇങ്ങനെ പതിയെ പോകാമെന്ന. അറിയാൻ മേലാത്തത് വ്യക്തമാക്കണമെങ്കിൽ അറിയാവുന്നതിൽ തുടങ്ങണം. അതുകൊണ്ട് നമുക്ക് ഏറ്റവും നന്നായി അറിയാവുന്നത് നമ്മുടെ ദേഹമാണ്. അതുകൊണ്ട് ദേഹത്തിൽ തുടങ്ങാം. ആത്മാവാണ് 1-ാമത് പറയുന്നതെങ്കിലും നമുക്ക് തുടങ്ങേണ്ടത് നമുക്കറിയാവുന്നതിലായതുകൊണ്ട് ദേഹം. ഈ ദേഹത്തിനൊരു നിർവചനം ഇങ്ങനെ പറയാം: മണ്ണിൽ നിന്ന് എടുത്തതും മണ്ണിനാൽ പോഷിപ്പിക്കപ്പെടുന്നതും മണ്ണിനെ കുറിച്ച് നമ്മെ ബോധപ്പെടുത്തുന്നതും മരിക്കുമ്പോൾ മണ്ണിലേക്ക് മടങ്ങി മണ്ണോട് മണ്ണായി ചേരുന്നതുമാണ് മണ്ണാങ്കട്ട ശരീരം. ഈ മണ്ണാങ്കട്ട ശരീരം. അതുകൊണ്ടാണ് ഈ ശരീരത്തിന് മണ്ണിനോട് എപ്പോഴും ഒരു അടുപ്പമുണ്ട്. ദൈവം മനുഷ്യനെ മണ്ണുകൊണ്ട് മെനഞ്ഞു. സ്തോത്രം. അപ്പൊ ഇത് മണ്ണാണ് നമ്മുടെ ശരീരം. അപ്പൊ മണ്ണിൽ നിന്ന് എടുത്തത്. ഇനി മണ്ണിനാൽ പോഷണം പ്രാപിക്കുന്നത്. എന്നെ കഴിച്ചാലും മണ്ണിന്റെ അംശങ്ങളാണ് നമ്മൾ കഴിക്കുന്നത്. എന്ത് കഴിച്ചാലും. I'm eating only ice cream. Well, what about that, dear? That's a part of the soil we walk on. നമ്മള് നടക്കുന്ന ഈ മണ്ണിന്റെ അംശമാകും. ദൈവം തന്റെ കരുണയിലാണ് നമുക്ക് ഇത് എല്ലാം ഇങ്ങനെ നമുക്ക് രുചികരമൊക്കെ ആക്കി ഒരുക്കി തന്നിരിക്കുന്നതേ ഉള്ളൂ. പ്രിയപ്പെട്ടവരെ, അപ്പോൾ ഇത് നമ്മുടെ ഈ ശരീരത്തിന്റെ പോഷണം ഈ മണ്ണാണ്. ഈ മണ്ണാങ്കട്ടയാണ് നമ്മുടെ ശരീരത്തിന്റെ പോഷണം എന്ന് പറയുന്നത്. നമ്മുടെ ശരീരത്തിന്റെ പ്രവർത്തനത്തിന് ആവശ്യമുള്ളത് മുഴുവൻ ഈ മണ്ണിൽ നിന്നാണ് നമ്മൾക്ക് ലഭിക്കുന്നത്. സ്തോത്രം. അപ്പോൾ കഴിക്കുന്നത് മുഴുവൻ മണ്ണാണ്. ഇനി അതാണ് മണ്ണിനാൽ പോഷിപ്പിക്കപ്പെടുന്നത്. ഇനി അടുത്തത് മണ്ണിനെ കുറിച്ച് നമ്മെ ബോധപ്പെടുത്തുന്നത്. നോക്കണേ, ഈ ശരീരം കൊണ്ടാണ് നമ്മൾ ഈ ലോകത്തെ അറിയുന്നത്. സ്തോത്രം. കണ്ണുകൊണ്ട് കാണുന്നു, മൂക്കുകൊണ്ട് മണക്കുന്നു, നാവ് കൊണ്ട് രുചിക്കുന്നു, കാതുകൊണ്ട് കേൾക്കുന്നു, കൈകൊണ്ട് സ്പർശിക്കുന്നു, ത്വക്കുകൊണ്ട് ചൂടും തണുപ്പും ഇതെല്ലാം നമ്മൾ അനുഭവിക്കുന്നു. അതാണ്. അപ്പോൾ മണ്ണിനെ കുറിച്ച്, ഈ ഭൂമിയെ കുറിച്ച്, ഈ ലോകത്തെ കുറിച്ച് നമ്മളെ ബോധപ്പെടുത്തുന്നത് ഈ ശരീരമാണ്. അപ്പോൾ ഈ ലോകത്തോട്, ഈ ഭൂമിയോട്, ഈ മണ്ണിനോട് ബന്ധമുള്ളത് നമ്മളുടെ ശരീരമാണ്. ഇനി മരിക്കുമ്പോഴോ ഇത് മണ്ണോട് മണ്ണ് ചേരും. മനുഷ്യ, നീ പൊടിയാകുന്നു, പൊടിയിലേക്ക് തിരികെ ചേരും. മൃതശരീരം കൊണ്ട് കുഴിച്ചിട്ടിട്ട് 10 കൊല്ലം കഴിഞ്ഞ് മാന്തി നോക്കിയാൽ ഒന്നുമില്ല, മണ്ണോട് ചേർന്നു. നോക്കണേ, ഇത് താൽക്കാലികമായുള്ള നമ്മളിലെ അംശമാണ് ശരീരം.
മണ്ണോട് മണ്ണ് ചേരാനുള്ളതാണ്. ഉയിർത്തെഴുന്നേൽക്കുമ്പോൾ ഈ മണ്ണല്ല ഉയർക്കുന്നത്, ആത്മശരീരികളായിട്ടാണ് നമ്മൾ ഉയർക്കാൻ പോകുന്നത്. ഈ മണ്ണോട് മണ്ണ് ചേർന്ന ശരീരം മണ്ണോട് മണ്ണങ്ങ് ചേർന്ന് പോയി. ഉയിർത്തെഴുന്നേൽക്കുമ്പോൾ ആത്മശരീരികളായിട്ടായിരിക്കും നമ്മൾ ഉയിർത്തെഴുന്നേൽക്കുന്നത്. കൂട്ടത്തിൽ പ്രയോജനകരമാകാൻ സഹായകമാകുന്ന ഒരു വിഷയം കൂടെ പറഞ്ഞു പോകാം. പ്രിയപ്പെട്ടവര്, ചില ആളുകൾ ഈ അവയവദാനത്തെ അപലപിക്കുന്നവരുണ്ട്. അത് പാടില്ലെന്നൊക്കെ പറയുന്നത്. പ്രത്യേകിച്ച് നമ്മുടെ യഹോവയുടെ സാക്ഷികൾ, അതുപോലെ ദുരുപദേശ സംഘമുണ്ട്. അവരൊക്കെ ബ്ലഡ് പോലും വേറൊരുവന്റെ ബ്ലഡ് നമ്മൾ സ്വീകരിക്കരുതെന്നൊക്കെ പഠിപ്പിക്കുന്നവരാ. എന്ന് പറഞ്ഞാൽ ഈ ശരീരം തിരിച്ചു വരണമെന്നൊക്കെയാണ് അവർ പഠിപ്പിക്കുന്നത്. നമ്മളും അങ്ങനെ ചിന്തിക്കുന്നവരൊക്കെ ഉണ്ട്. എന്റെ സഹോദരങ്ങളെ, അങ്ങനെ ചിന്തിക്കരുത്. ഈ മണ്ണാങ്കട്ടയല്ല മടങ്ങി വരുന്നത്. ഈ നോക്കണേ, പിന്നെ ആത്മശരീരമാണ് ഉയിർത്തെഴുന്നേൽപ്പ് നമ്മൾ പ്രാപിക്കാൻ പോകുന്നത്. 1 കൊരിന്ത്യർ 15-ാം അധ്യായത്തിൽ പ്രത്യേകം അത് പൗലോസ്ലീഹ എടുത്തു പറഞ്ഞിട്ടുണ്ട്. നോക്കണേ, സ്തോത്രം. ഈ മർത്യമായത് അമർത്യത്വത്തെ ധരിക്കും, അപമാനത്തിൽ വിതയ്ക്കപ്പെടുന്നു, തേജസ്സിൽ ഉയർക്കുന്നു. പ്രാകൃത ശരീരം വിതയ്ക്കപ്പെടുന്നു, ആത്മിക ശരീരം ഉയർക്കുന്നു. നോക്കണേ, സ്തോത്രം. നോക്കണേ, ഈ ആത്മിക ശരീരമായിരിക്കും ഉയർത്തെഴുന്നേൽക്കുന്നത്. അപ്പോൾ ഇത് താൽക്കാലികമാണ്. ഈ മണ്ണാങ്കട്ട ശരീരം ഇതിന് ഇച്ചിരി ഒരു ഷേപ്പ് കുറഞ്ഞെന്നോ, ഇച്ചിരി ആരോഗ്യം കുറഞ്ഞെന്നോ, ഇച്ചിരി നിറം കുറഞ്ഞെന്നോ ഒന്നും വിചാരിച്ച് നമ്മൾ ഒന്നും ഭാരപ്പെടണ്ട. അല്ല, തിരിച്ചും ഇച്ചിരി നിറം കൂടുതലുണ്ടെന്നോ, ഇച്ചിരി ഷേപ്പിന് ഇച്ചിരി ഒരു ആകർഷകത്വം ഉണ്ടെന്നോ ഒന്നും വിചാരിച്ച് നിങ്ങൾ ആരും അഹങ്കരിക്കുകയും വേണ്ട. എന്റെ പൊന്നു തോരങ്ങൾ, ഇത് വെറും താൽക്കാലികമായുള്ള ഒരു മണ്ണാങ്കട്ട ശരീരമാണിത്. പോട്ടെ, അത് വേറൊരു വിഷയം. സ്തോത്രം, അങ്ങോട്ട് പോണില്ല. അപ്പോൾ ഇത് താൽക്കാലികമാണ്, മണ്ണോട് മണ്ണ് ചേരും. ഇനി ആത്മാവിനൊരു നിർവചനം പറയാം. അത് പറയാൻ ഇച്ചിരി എളുപ്പമുള്ളതുകൊണ്ട് അതിലോട്ട് പോകുന്നത്. ആത്മാവ് ദൈവത്തിൽ നിന്ന് വന്നതും ദൈവവചനത്താൽ പോഷിപ്പിക്കപ്പെടുന്നതും ദൈവത്തെ കുറിച്ച് നമ്മളെ ബോധപ്പെടുത്തുന്നതും ദൈവവുമായി സംസർഗം പുലർത്തുവാൻ നമ്മളെ പ്രാപ്തന്മാരാക്കുന്നതും മരിക്കുമ്പോൾ ദൈവസന്നിധിയിൽ എത്തേണ്ടതുമാണ് ആത്മാവ്. ദൈവസന്നിധിയിൽ എത്തേണ്ടതുമാണ് ആത്മാവ്. പ്രിയപ്പെട്ടവരെ, ദൈവം ആത്മാവാകുന്നു. ആത്മാവായ ദൈവം മണ്ണുകൊണ്ട് മെനഞ്ഞ മനുഷ്യന്റെ ശരീരത്തിൽ മൂക്കിലേക്ക് ജീവശ്വാസം ഊതി. ആ ജീവശ്വാസത്തിന്റെ ഊത്തിനാൽ ദൈവം മനുഷ്യാത്മാവിനെ സൃഷ്ടിച്ചു. ഇവിടെ ഒരു വിശദീകരണത്തിന് ആവശ്യമുണ്ടാകും. കാരണം തെറ്റായ ചില ധാരണകൾ ചിലർ പറയുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മളാരും വിചാരിക്കരുത് ദൈവം മനുഷ്യനെ മണ്ണുകൊണ്ട് മെനഞ്ഞേച്ച് അവന്റെ മൂക്കിൽ ജീവശ്വാസം ഊതിയപ്പോൾ ദൈവം തന്നെ ആത്മസത്തയിൽ നിന്ന് ഒരംശമെടുത്തു മനുഷ്യനിൽ നിക്ഷേപിച്ചു എന്ന് നിങ്ങൾ തെറ്റായി ധരിക്കരുത്. നോക്കണേ, God did not install a part of his divine being, divine life into man. ദൈവം തന്റെ ആത്മചൈതന്യത്തിന്റെ ഒരംശം മനുഷ്യനിൽ നിക്ഷേപിച്ചു, ഇൻസ്റ്റോൾ ചെയ്തു എന്ന് നിങ്ങൾ വിചാരിക്കരുത്. അങ്ങനെയല്ല. സ്തോത്രം. പിന്നെ മനുഷ്യാത്മാവിനെ ദൈവം സൃഷ്ടിക്കായിരുന്നു. അങ്ങനെ ചിന്തിക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ, അങ്ങനെ ചിന്തിക്കുകയാണെങ്കിൽ എല്ലാവരിലും ദൈവം ഇരിക്കുന്നു എന്ന് വരും. അതാണ് പാൻതീസം എന്നുള്ള ചിന്തയിലേക്ക് നമ്മൾ പോകും. എല്ലാവരിലും ദൈവം ഇരിക്കുന്നു. ഒരു സംഭവം ഞാൻ ഇടയ്ക്ക് കാര്യങ്ങൾ വിശദീകരിക്കാൻ പറയാറുണ്ട്. അതായത്, ഞാൻ ചെന്നൈയിൽ താമസിച്ച് കർത്താവിന്റെ പേര് ചെയ്യുന്ന കാലം 1977 ഞാൻ അന്നനഗർ എന്ന് പറയുന്ന സ്ഥലത്ത് താമസിച്ചിരുന്നു. എന്റെ അടുത്ത ഞാൻ താമസിച്ച വീടിന്റെ അടുത്ത വീട്ടിൽ ജസ്റ്റ് അക്രോസ് ദ റോഡ് ഒരു പ്രിയ പിതാവ് ഉണ്ടായിരുന്നു. അദ്ദേഹം പഴയ ICS കാരനാണ്, ഇന്ത്യൻ സിവിൽ സർവീസിലെ ഒരു ഉദ്യോഗസ്ഥനാണ്, റിട്ടയർ ചെയ്ത ആളാണ്. അദ്ദേഹം വലിയ ഹൈന്ദവ ഭക്തനാണ്. എന്നും പൂജയൊക്കെ ചെയ്ത് രാവിലെ വെളുപ്പിനെഴുന്നേറ്റ് കുളിച്ച് പൂജയൊക്കെ ചെയ്ത ശേഷം അദ്ദേഹം നടക്കാനിറങ്ങുമ്പോൾ ഒരു വടിയൊക്കെ പിടിച്ച്, ഞാൻ ഇപ്പോഴും ഓർക്കുന്നത്, നെറ്റി തലമുടിയുടെ ഇടയിൽ ഒരു 1-2 ചെത്തിപ്പൂവൊക്കെ ഇങ്ങനെ വെച്ചിട്ട് ആയിരിക്കും അത് പോകുന്നത്. അപ്പൊ ആരെങ്കിലും തന്റെ എതിരെ വന്നാൽ, മനുഷ്യരാരെങ്കിലും വന്നാൽ കൈകൂപ്പും. ഒരു കൂട്ടം ആളുകൾ ഇങ്ങനെ വരികയാണെങ്കിൽ കൈ കൂപ്പിക്കൊണ്ടേ ഇരിക്കും, പതുക്കെ കൂപ്പി പിടിച്ചുകൊണ്ടിരിക്കും. അദ്ദേഹത്തോട്
ஐயா நீ ஏன் இப்படி செய்வாரு, நீ സാറേ നീ എന്താ ഇങ്ങനെ ചെയ്ത് ചോദിച്ചാൽ ഞാൻ പറയും ഞാനേ അത് കടவுള് താൻ അവരിൽ കടவுள் இருக்கே, அவர்ல கடவுள் இருக்கிறதால நான் கடவுளே கும்பிட்டேன். கடவுളെ കുമ്പിട്ടേൻ. ഞാന് ദൈവത്തെയാ വണങ്ങിയത്, അവരിൽ ദൈവം ഇരിക്കുന്നു. കണ്ടോ, ഇതാണ് ഈ അദ്വൈതം എന്ന് പറയുന്നത്. ഇതാ അദ്വൈതം. ദ്വയം എന്ന് പറഞ്ഞാൽ രണ്ട്, ദ്വൈതം എന്ന് പറഞ്ഞാൽ രണ്ട്, അദ്വൈതം എന്ന് പറഞ്ഞാൽ രണ്ടല്ല ഒന്ന്. മനുഷ്യനിൽ ദൈവം ഇരിക്കുന്നുവെന്ന്. ഓരോ മനുഷ്യനുമുള്ള ആത്മീയ അംശമാണ് ദൈവം. ആ ആത്മീയ അംശത്തിന്റെ ആകത്തുകയാണ് ദൈവം എന്നൊക്കെ പഠിപ്പിക്കുന്നവരുണ്ട്. അദ്വൈത സിദ്ധാന്തം ശ്രീ ശങ്കരാചാര്യർ പഠിപ്പിച്ചത് അതാണ്. ഹിന്ദുയിസത്തിന് നല്ല ഫിലോസഫിക്കൽ മുഖം കൊടുത്തത് ആ ചിന്തയാണ്. നമ്മള് ദൈവവും മനുഷ്യനും രണ്ടാണെന്ന് വിശ്വസിക്കുന്നവരാ. ദൈവം മനുഷ്യനിൽ അധിവസിക്കുന്നു, സ്തോത്രം. നമുക്കും ദൈവത്തിൽ വസിക്കാൻ കഴിയും, സ്തോത്രം. അതൊക്കെ ദൈവം വെച്ചാൽ പിന്നെ നമുക്ക് വിശദീകരിക്കാം, പ്രിയപ്പെട്ടവരെ. അപ്പോൾ അദ്വൈതം എന്ന ചിന്ത നമ്മളിൽ ഇല്ല. അതുകൊണ്ട് ദൈവം എല്ലാവരിലും ഇരിക്കുന്നു എന്ന് നിങ്ങൾ ചിന്തിക്കരുത്. അത് ജീവശ്വാസത്തിന്റെ ഊത്തിനാൽ മനുഷ്യാത്മാവിനെ നിക്ഷേപിക്കുകയായിരുന്നില്ല, പിന്നെ മനുഷ്യാത്മാവിനെ സൃഷ്ടിക്കുകയായിരുന്നു. സെക്കരിയ പ്രവാചകന്റെ പുസ്തകം 12-ാമത്തെ അധ്യായം അതിന്റെ 1-ാമത്തെ വാക്യം വായിക്കുമ്പോൾ നമുക്ക് അവിടെ ഇങ്ങനെ കാണാനായിട്ട് കഴിയും. സെക്കരിയ പ്രവാചകന്റെ പുസ്തകം നിങ്ങൾ തന്നെ എടുത്തോണം കേട്ടോ, ഞാൻ പറയുന്നത് അങ്ങനെ തന്നെയാണോ എന്നുള്ളത് നിങ്ങൾ നോക്കിക്കോണം. ബെരോവയിലുള്ളവർ തെസ്സലോനിക്കയിലുള്ളവരെക്കാൾ ഉത്തമന്മാരായിരുന്നവർ വചനം പൂർണ്ണ ജാഗ്രതയോടെ കൈക്കൊണ്ടുവന്നുള്ളതല്ലാതെ അത് അങ്ങനെ തന്നെയോ എന്ന് ദിനംപ്രതി വ്യക്തികളെ പരിശോധിച്ചു പോകും. നിങ്ങളും അങ്ങനെ തന്നെ ചെയ്തോണേ പ്ലീസ്. സെക്കരിയ 12:1 പ്രവാചകം ഇസ്രായേലിനെ കുറിച്ചുള്ള യഹോവയുടെ അരുളപ്പാട്, ആകാശം വിരിക്കുകയും ഭൂമിയുടെ അടിസ്ഥാനം ഇടുകയും മനുഷ്യന്റെ ആത്മാവിനെ അവന്റെ ഉള്ളിൽ നിർമ്മിക്കുകയും ചെയ്തിരിക്കുന്ന യഹോവയുടെ അരുളപ്പാട്. നോക്കണേ, മനുഷ്യന്റെ ആത്മാവിനെ അവന്റെ ഉള്ളിൽ നിക്ഷേപിക്കുകയും ചെയ്തിരിക്കുന്നതല്ല, നിർമ്മിക്കുകയും ചെയ്തിരിക്കുന്നു. ആ ജീവശ്വാസ ഊത്ത് എന്ന പ്രോസസ്സിനാൽ മനുഷ്യാത്മാവിനെ സൃഷ്ടിക്കുകയായിരുന്നു, സ്തോത്രം. മനുഷ്യരിൽ നോക്കണേ, അവ 3 ആത്മാക്കളുണ്ട്. ദൈവാത്മാവ്, മനുഷ്യാത്മാവ്, ദുരാത്മാവ്, 3 ആത്മാക്കളുണ്ട്. അപ്പൊ നോക്കണേ, അപ്പോൾ അതാ മനുഷ്യാത്മാവ്. ഈ ആത്മാവിന് എന്ത് വേണം? പോഷണം വചനമാണ്. ഞാൻ നിന്റെ വചനത്തെ കണ്ടെത്തി ഭക്ഷിച്ചിരിക്കുന്നു, സ്തോത്രം. നമ്മുടെ വചനത്താലാണ് നമ്മുടെ ആത്മാവിന് പോഷണം ലഭിക്കുന്നത്. ഓർത്തു നോക്കിയാൽ നമ്മുടെ ചരിത്ര പോഷണത്തിൽ എത്ര അത്ഭുതകരമായിട്ടാണ് ദൈവം പ്രകൃതി വിഭവങ്ങളെല്ലാം ഒരുക്കി രുചികരമായി വളരെ നന്നായി നമുക്ക് തന്നിരിക്കുന്ന ഓർത്തു നോക്കണം. അങ്ങനെയെങ്കിൽ ആത്മാവിന്റെ പോഷണമായ വചനം എത്ര പ്രാധാന്യതയോടെയാണ് നമ്മൾ കാണേണ്ടതെന്ന് മറന്നുപോകല്ലേ, സ്തോത്രം. അവിടെ മുമ്പോട്ട് പോകുന്നു, സ്തോത്രം. അപ്പൊ ആത്മാവ് അതാണ്. ഇനി മരിക്കുമ്പോൾ ഈ ആത്മാവ് ദൈവത്തിൽ ചെല്ലണം. എല്ലാവരും അതെ, നിരീശ്വരനാണേലും മരിക്കുമ്പോ ആ ആത്മാവ് ദേഹിയോട് ചേർന്ന് ദൈവത്തിനെ ചെന്നിട്ടാണ് അവന്റെ സ്ഥലത്തേക്ക് അവനെ അങ്ങ് ദൂതന്മാരാ കൂട്ടിക്കൊണ്ട് ആക്കുന്നത്. നോക്കണേ, നമ്മള് വിശുദ്ധന്മാർ കർത്താവുമായിട്ട് കൂട്ടായ്മത്തിൽ ഇരിക്കുന്നവർ കർത്താവിന് കൂട്ടായ്മയുടെ അടുത്ത വഴിയിലേക്ക് ഉയർത്തപ്പെടുന്നു. അല്ലാത്തവരെ കർത്താവിന്റെ സന്നിധാനം വിട്ടകന്ന ആ ശിക്ഷാവിധിക്കുള്ള ആദ്യത്തെ ഘട്ടം എന്ന പോലെ യാതനാ സ്ഥലത്തേക്ക് അങ്ങ് പോവുകയാണ്. യാതനാ സ്ഥലത്തേക്ക് അറിയാമല്ലോ, ഒരു കുറ്റവാളിയെ പിടിച്ചാൽ ആദ്യം കൊണ്ടുവന്ന് സബ് ജയിലിൽ കൊണ്ടുവെക്കും. സബ് ജയിലും ജയിലാ, പിന്നല്ലേ സെൻട്രൽ ജയിലിൽ ശിക്ഷാവിധി കഴിഞ്ഞല്ലേ വിടുകയുള്ളൂ. ഇതുപോലെയാണ് അന്നേരം കൊണ്ട്. അപ്പോൾ എല്ലാവരും ദൈവസനിലെത്തണം. അവിടുന്നാണ് അങ്ങോട്ട് ഉടനെ തന്നെ അങ്ങ് നിയോഗിച്ചു വിടുകയാ. അതാണ് ആത്മാവ്. ഇനി സ്തോത്രം, ദേഹി നമ്മളിലെ സ്വയബോധത്തിന്റെ ഘടകമാണ്. സ്വയബോധം. ഈ ദേഹിയിൽ 4 ഭാഗങ്ങളുണ്ട്. മനസ്സ്, ഹൃദയം, അല്ലെങ്കിൽ വിചാരം, വികാരം, ഇച്ഛാശക്തി, മനസാക്ഷി. നോക്കണേ, ഈ 4 വിചാരം, ചിന്ത, വികാരം, ഇമോഷൻസ്. 3 ഇച്ഛാശക്തി, തീരുമാനമെടുക്കാനുള്ള കഴിവ്. 4 മനസാക്ഷി. അകത്തൊരു റെസിഡന്റ് ജഡ്ജ് ഉണ്ടല്ലോ, ആ ജഡ്ജി ഇരിപ്പില്ലേ, ഓരോ വാക്കും ഓരോ പ്രവൃത്തിയും ഓരോ പ്രതികരണവും വിലയിരുത്തി വിധി പറയുന്ന റെസിഡന്റ് ജഡ്ജ്, അതാണ് മനസാക്ഷി. ഈ 4ഉം കൂടെ കൂടിയാണ് നമുക്ക് സ്വയബോധം തരുന്നത്. ഈ 4ഉം കൂടെ കൂടി സ്വയബോധം ഉണ്ടാകുന്നു. അപ്പോൾ ഞാൻ പറയുമ്പോൾ എനിക്കറിയാം എൻ്റെ പേര് ഇന്നതാണ്, ഞാൻ എവിടെയാണ്, എന്ത് ചെയ്യുന്നു,
നിങ്ങൾക്കറിയാം നിങ്ങൾ എന്ത് ചെയ്യുന്നു. നിങ്ങൾക്കറിയാം ആ സ്വയബോധം തരുന്ന ഘടകമാണ് ദേഹി. മനസ്സിന്റെ സമനില തെറ്റിയാൽ ആ സ്വയബോധം നഷ്ടപ്പെട്ടു. പിന്നെ എന്താ കാണിക്കുന്നത് അവന് തന്നെ അറിയാൻ മേല. നോക്കണേ, അതാണ് ദേഹി. സ്തോത്രം. അപ്പോൾ ഇനി ഇത് ത്രിയേകത്വത്തെ കുറിച്ച് ഇച്ചിരി വാക്കുകൂടെ പറഞ്ഞു ചോക്കോട്ടെ പ്രിയപ്പെട്ട. ഇത് മൂന്നും കൂടെ കൂടി ഒന്നാണ്, ഒന്നായിരിക്കുന്നത് പോലെ പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് ഈ മൂന്നാളുത്വങ്ങളും കൂടെ ഉൾക്കൊള്ളുന്ന ഏക സത്യ ദൈവം. സ്തോത്രം. മൂന്നും മൂന്നായിരിക്കുമ്പോൾ തന്നെ മൂന്നും കൂടി ഒന്നാണ്. സ്തോത്രം. നമുക്കറിയാം ശരീരത്തിന്റെ ആവശ്യം ഒന്നാണ്. ദേഹിയുടെ ആവശ്യം വേറെയാണ്. ഇനി ദേഹിയുടെ ആവശ്യം ഞാൻ പറഞ്ഞില്ലല്ലോ. ദേഹിക്ക് സമാധാനം വേണം, ബന്ധങ്ങൾ വേണം, സ്വൈര്യത വേണം, ആശ്വാസം വേണം, ആനന്ദം വേണം. നമ്മള് വിശന്നിരിക്കുമ്പോൾ നല്ലൊരു പാട്ട് കേട്ടാൽ നമുക്ക് വിശപ്പ് മാറിയില്ലെങ്കിലും നമുക്ക് ഉള്ളിൽ ഒരു ഒരു തൃപ്തി ഉണ്ടാവും, ഇല്ലേ? അത് ദേഹിയിലാണ്, അത് ദേഹിയിലാണ്. ആസ്വാദ്യത, ബന്ധങ്ങൾ, ഏകാന്തത ഭയങ്കരാട്ടോ. ഏറ്റവും വലിയ ശിക്ഷ അതാണ്. പാപം ചെയ്യുന്ന ദേഹി മരിക്കുമെന്നാണ് തിരുവചനം. ദേഹിയിലാണ് ഏറ്റവും കൂടുതൽ നരകയാതന അനുഭവിക്കുന്നത്. ഏകാന്തതയാണ് നരകത്തിൽ ഏറ്റവും ഭീകരമായ അവസ്ഥ. മഹത്വത്തോടെ അവന്റെ സന്നിധാനം വിട്ടകന്ന് നിത്യനാശം എന്ന ശിക്ഷാവിധി അനുഭവിക്കും. അതാ നിത്യ മരണം, നിത്യമായ മരണം. മരണം വേർപാടാണ്, മരണം ഒറ്റപ്പെടലാണ്. നിത്യമരണം നിത്യമായ ഒറ്റപ്പെടലാണ്. യാതൊരു ബന്ധവും പിന്നെ ഇല്ല ആരോടും. അതാ ദേഹിയിലാണ് മരണം അനുഭവിക്കുന്നത്. പാപം ചെയ്ത് ദേഹി മരിക്കും. ആത്മശരീരത്തിൽ ശാരീരിക പീഡനങ്ങളുടെ ഉപാധികൾ അവിടെ ഉണ്ടാകും. പക്ഷെ അതിനേക്കാൾ കഠിനം ആന്തരിക വ്യഥയാണ്. സ്തോത്രം. അതാണ് നിന്റെ സന്ദർശന ദിവസത്തിൽ നീ അവരെ തീച്ചൂളയെ പോലെ ആക്കും. അകത്തെ തീയാണ്. ഭയങ്കര. നോക്കണേ, അപ്പോൾ ദേഹിയാണ് സ്വയബോധത്തിന്റെ ഘടകം. ദേഹിക്കാണ് ആശ്വാസം വേണ്ടത്, ബന്ധങ്ങൾ വേണ്ടത്, കൂട്ടായ്മ വേണ്ടത് ദേഹിക്കാണ്. സ്തോത്രം. അപ്പോൾ ശരീരത്തിന് ഭക്ഷണം വേണം, വെള്ളം വേണം, മിതോഷ്ണാവസ്ഥ വേണം, അറ്റ്മോസ്ഫിയറിക് പ്രഷർ വേണം. പിന്നെ അതുപോലെ ദേഹിക്ക് ബന്ധങ്ങൾ വേണം, ആശ്വാസം വേണം, ഇതെല്ലാം വേണം. സ്തോത്രം. ആത്മാവിന് ദൈവ സംസർഗം വേണം. മാന്നീർത്തോടുകളിലേക്ക് ചെല്ലുവാൻ കാക്ഷിക്കുന്നത് പോലെ എന്റെ ദൈവമേ, എന്റെ ആത്മാവിനോട് ചെല്ലുവാൻ കാക്ഷിക്കുന്നു. ഞാൻ എപ്പോൾ ദൈവസന്നിധിയിൽ ചെല്ലുവാൻ ഇടയാകും. ഹല്ലേലൂയ. സ്തോത്രം. നോക്കണേ, നമുക്കറിയാമല്ലോ സൈന്യങ്ങളിൽ യഹോവേ തിരുനിവാസം എത്ര മനോഹരം. സ്തോത്രം. എന്റെ ഉള്ളം യഹോവയുടെ പ്രാകാരങ്ങളെ വാഞ്ചിച്ച് മോഹിച്ചു പോകുന്നു. നിന്റെ സന്നിധിയിൽ സന്തോഷ പരിപൂർണതയും നിന്റെ വലത്ത് ഭാഗത്തുനിന്നും പ്രമോദങ്ങളുമുണ്ട്. ആത്മാവിന് ദൈവ സംസർഗം വേണം, വചനം വേണം, കൂട്ടായ്മ വേണം, ദൈവത്തോട് കൂട്ടായ്മ വേണം. സ്തോത്രം. അതുപോലെ കൂട്ടുസാരങ്ങളാണ് കൂട്ടായ്മ. ദേഹിയിലും ആത്മാവിലും നമ്മൾ അനുഭവിക്കുന്നുണ്ട്. സ്തോത്രം. അപ്പോൾ ശരീരത്തിന് ഭക്ഷണം വേണം, ദേഹിക്ക് ആശ്വാസം വേണം, അല്ലെങ്കിൽ ബന്ധങ്ങൾ വേണം, ആത്മാവിന് ദൈവ സംസർഗം വേണം. സ്തോത്രം. ഇനി ശരീരത്തിന്റെ ചുമതല ലോകവുമായി ബന്ധപ്പെടുന്നതാണ്. ദേഹിയുടെ ചുമതല സ്വയബോധം തരുന്നതാണ്. ആത്മാവിന്റെ ചുമതല ദൈവബോധം തരുന്നതാണ്. അപ്പൊ കണ്ടോ, ആവശ്യങ്ങൾ മൂന്നിന് മൂന്നിന്റെ ചുമതല മൂന്നാണ്. പക്ഷെ അതേസമയം മൂന്നും കൂടി ഒന്നാണ്. ഇതുപോലെ നിലനിൽപ്പിൽ ഒരുമിച്ചും ശുശ്രൂഷയിൽ സ്വതന്ത്രരുമാണ് ത്രിയേക ദൈവം. എല്ലാ ശുശ്രൂഷകളിലും ഈ മൂന്നാളത്വങ്ങളും പങ്കാളികളാണ്. മൂന്നാളത്വങ്ങൾ. പക്ഷേ ആ ശുശ്രൂഷയുടെ ഓരോ മേഖലയാണ് ഈ ഓരോ ആളത്വവും കൈകാര്യം ചെയ്യുന്നത്. സ്തോത്രം. ഫോർ എക്സാമ്പിൾ, രക്ഷാപദ്ധതി ഒരുക്കുന്നതിൽ പിതാവ് അയച്ചു, പുത്രൻ വന്നു, നിത്യാത്മാവിനാൽ തന്നെത്താൻ നിഷ്കളങ്കനായി അർപ്പിച്ചു. കണ്ടോ? സ്തോത്രം. പിതാവ് അയച്ചു, പുത്രൻ വന്നു, ആത്മാവിനാൽ തന്നെത്താൻ നിഷ്കളങ്കനായി അർപ്പിച്ചു. എന്റെ ദോരങ്ങളെ, ആത്മാവിനാലാണ് അർപ്പിക്കപ്പെട്ടത്. കേട്ടോ, നിങ്ങൾ നോർത്ത് നോക്കിയ കർത്താവിന്റെ ശരീരത്തിന്റെ അവസാനത്തുള്ള രക്തവും ഊറ്റിപ്പോയതാണ്. അതാ മരിച്ചു കഴിഞ്ഞപ്പോൾ ഒരു പടയാളി വിലാപ്പുറത്ത് കുന്തം കൊണ്ട് കുത്തിയപ്പോൾ രക്തവും വെള്ളവും പുറപ്പെട്ടു. നമ്മളെപ്പോഴും പറയാറുണ്ട് അവസാനത്തുള്ള രക്തം നമുക്ക് ഊറ്റി തന്നത്. ശരിയാണ്.
സ്തോത്രം. എന്നാൽ ഒരു കാര്യം മറക്കരുത്, ഈ അവസാനത്തുള്ള രക്തമത്സരത്തിൽ നിന്ന് ഊറിപ്പോയിട്ടും അവസാനം വരെയും പൂർണ്ണ സുബോധത്തോടെ ആയിരുന്നു. കർത്താവ് മരിച്ചത് രക്തം വാർന്നു പോയി ബോധം കെട്ട് ഇങ്ങനെ അബോധാവസ്ഥയിലൂടെ മരണത്തിലേക്ക് വഴുതി വീഴുകയായിരുന്നില്ല. സ്തോത്രം. ഒരാള് റോഡ് അപകടത്തിൽപ്പെട്ടു, ആരും കണ്ടില്ല, മുറിവേറ്റ് അവിടെ കാനെ വീണ് കിടന്നു, ആരും കണ്ടില്ല, അവിടെ വീണ് കിടന്ന് രക്തം വാർന്നൊഴുകി. കുറച്ച് കഴിയുമ്പോൾ ബോധം കെടും, വാർന്നൊഴുകി ഒഴുകി 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 രക്തം വാർന്നൊഴുകിയാണ് ആള് മരിക്കുന്നത്. അപ്പോൾ പതിയ ബോധം കെട്ടങ്ങ് മരിക്കുക. എന്നാൽ കർത്താവ് മരിച്ചത് അങ്ങനല്ല. കർത്താവ് ബോധം കെട്ട് രക്തം വാർന്നൊഴുകി ബോധം കെട്ട് മരിക്കുകയായിരുന്നില്ല. അവസാനം വരെയും പൂർണ്ണ സുബോധത്തോടെ സജീവമായ സ്തോത്രം ശുശ്രൂഷയാണ് എന്റെ കർത്താവ് ചെയ്തത്. ഒടുവിൽ പറഞ്ഞത് സകലവും നിവൃത്തിയായി, പൂർണ്ണ സുബോധത്തോടെ. അടുത്തത്, പിതാവേ എന്റെ ആത്മാവിനെ ഞാൻ തൃക്കൈകളിൽ സമർപ്പിക്കുന്നു. അതാ കർത്താവിന് പറഞ്ഞല്ലോ, യോഹന്നാൻ 10 പറഞ്ഞല്ലോ, എന്റെ ജീവനെ ആരും എടുത്തു കളയുന്നില്ല, അതിനെ കൊടുപ്പാൻ എനിക്ക് അധികാരമുണ്ട്, തിരികെ പ്രാപിപ്പാനും എനിക്ക് അധികാരമുണ്ട്. ഇതാ പിതാവേ എന്റെ ആത്മാവിനെ തൃക്കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. നിത്യാത്മാവിനാൽ തന്നെ താൻ ദൈവനിഷ്കളങ്ങനെ അർപ്പിച്ചു. നോക്കണേ, ശാരീരിക ക്ഷമത ആ സമയത്ത് കർത്താവിന് ഉണ്ടെന്ന് പറയാൻ, രക്തം മുഴുവൻ വാർന്നു പോയതാ. പിന്നെ എങ്ങനെ അത് ഒത്തു? അത് ദൈവാത്മാവിനാൽ. അതാണ് ഞാൻ പറഞ്ഞത്, പിതാവ് അയച്ചു, പുത്രൻ വന്നു, ദൈവാത്മാവിനാൽ തന്നെ താൻ അർപ്പിച്ചു. അതിൽ മൂന്നാളത്വങ്ങളും പങ്കാളികളാണ്. ഒരുവൻ രക്ഷിക്കപ്പെടുമ്പോൾ പിതാവ് ആകർഷിക്കുന്നു, പരിശുദ്ധാത്മാവ് പാപബോധം കൊടുക്കുന്നു, പരിശുദ്ധാത്മാവ് യേശുവിനെ കുറിച്ച് സാക്ഷിക്കുന്നു. സ്തോത്രം. പുത്രനിൽ അവൻ നീതീകരിക്കപ്പെടുന്നു. മൂന്നാളത്വങ്ങൾക്കും പങ്കുണ്ട്, മൂന്നാളത്വങ്ങൾക്കും പങ്കുണ്ട്. ഹല്ലേലൂയ. പ്രാർത്ഥിക്കുമ്പോൾ പിതാവിനോട് പുത്രന്റെ നാമത്തിൽ പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കുക. അതാണ് ദൈവത്തിന്റെ പ്രമാണം. പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കാൻ ദൈവത്തിന് ഒരു വാക്യം പോലുമില്ല. പിതാവേ എന്ന് വിളിച്ചുകൊണ്ട് പ്രാർത്ഥിക്കണം. സ്തോത്രം. പുത്രന്റെ നാമത്തിൽ പ്രാർത്ഥിക്കണം, പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കണം. അതല്ലേ നമ്മൾ വായിക്കുന്നത്, യൂദായുടെ ലേഖനം 20-ാം വാക്യത്തിൽ വായിക്കുന്നു, നിങ്ങളെ അതിവിശുദ്ധ വിശ്വാസത്തെ ആധാരമാക്കി നിങ്ങൾക്ക് തന്നെ ആത്മീയർത്ഥന വരുത്തി പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിച്ചും. പരിശുദ്ധാത്മാവിലാണ് പ്രാർത്ഥിക്കുന്നത്, പരിശുദ്ധാത്മാവിനോടല്ല. സ്തോത്രം. അതിൽ യേശുവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കാനും ഒരു വാക്യമുണ്ട്. യോഹന്നാൻ 14:14, നിങ്ങൾ എന്റെ നാമത്തിൽ എന്നോട് ചോദിക്കുന്നത്. അപ്പോൾ ഒരു വാക്യം അവിടെയുണ്ട്. അപ്പോൾ യേശുവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കാനും ഒരു വാക്യമുണ്ട്. കർത്താവിനെ കാലയളവിൽ യേശുവേ മഹോന്നതനായ ദൈവത്തിന്റെ പുത്ര എന്ന് പറഞ്ഞ ആള് കർത്താവിനെ വിളിച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ടല്ലോ. സ്തോത്രം. അതുകൊണ്ട് യേശുവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കാനും ഒരു വാക്യമുണ്ടെങ്കിലും പരിശുദ്ധാത്മാവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കാൻ ഒരു വാക്യം പോലും ഇല്ല. പരിശുദ്ധാത്മാവിനും അതിന് റോൾ ഇല്ലാഞ്ഞിട്ടല്ല. മാത്രമല്ല, ഒരു കാര്യം കൂടി എടുത്തു പറഞ്ഞോട്ടെ കൂട്ടത്തിൽ. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ക്രിസ്തീയ പ്രാർത്ഥന എന്ന് പറയുന്നത് ഒരാവശ്യക്കാരൻ ഒരു ഔദാര്യമാനസന്റെ മുമ്പിൽ ചെന്ന് കെഞ്ചുന്നതല്ല. എന്ന് പറഞ്ഞാൽ ഒരു വലിയൊരു ബെനഫാക്ടർ, ഒരു വലിയ ഔദാര്യമാനസനായ ഒരു വലിയ ശക്തനായ സമ്പന്നനായ ഒരുവന്റെ അടുത്ത് ഒരു പെട്ടെന്ന് ഒരു സാധുവായ ആള് ചെന്ന് സങ്കടം പറയുന്നോ അപേക്ഷിക്കുന്ന അതല്ല ക്രിസ്തീയ പ്രാർത്ഥന. ക്രിസ്തീയ പ്രാർത്ഥന അപ്പന്റെ മുമ്പിൽ മക്കൾ പ്രമോദിക്കുന്നതാണ്, കൂട്ടായ്മയെ ആചരിക്കുന്നതാണ്. ആ കൂട്ടത്തിൽ നമ്മുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടെ കർത്താവിനെ അങ്ങ് അറിയിക്കുക, പിതാവിനെ അറിയിക്കുക. സ്തോത്രം. അപ്പോൾ ക്രിസ്ത്യൻ പ്രയർ ഹാസ് എ ഫിലിയൽ റിലേഷൻഷിപ്പ് ഇൻ ഇറ്റ്. ക്രിസ്തീയ പ്രാർത്ഥനയിൽ ഒരു പിതൃപുത്ര ബന്ധമുണ്ട്. അതുകൊണ്ട് ആ പിതാവെ എന്ന് വിളിക്കേണ്ടത്. സ്തോത്രം. അതല്ലേ, നിങ്ങൾ ഈ വണ്ണം പ്രാർത്ഥിപ്പീൻ, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. നോക്കട്ടെ, ഈ വണ്ണം എന്നുള്ള ഈ മാതൃക പ്രകാരം എന്നാണ് അർത്ഥം.
നോക്കണേ. അപ്പോൾ ഈ മാതൃക ഇതാ ക്രിസ്തീയ പ്രാർത്ഥനയിൽ ഒരു പിതൃപുത്ര ബന്ധമുണ്ട്. സ്തോത്രം. അതാണ് എ ഫിലിയൽ റിലേഷൻഷിപ്പ് ഈ എക്സിസ്റ്റ് ഇൻ ക്രിസ്ത്യൻ പ്രേയർ. അതുകൊണ്ട് പിതാവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കണം, പുത്രന്റെ നാമത്തിൽ പ്രാർത്ഥിക്കണം, പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കണം. ഇനി പരിശുദ്ധാത്മാവേ എന്ന് വിളിച്ചാൽ പിന്നെ പിതാവിന്റെ സ്ഥാനം എന്താ? പുത്രനാമത്തിൽ എന്ന് പറയാം, പിന്നെ പിതാവിന്റെ സ്ഥാനം എന്താ? ആ പ്രാർത്ഥനയുടെ സ്പിരിറ്റേ അങ്ങ് പോയില്ലേ എന്റെ പൊന്നു സൗരങ്ങളെ. ദുരുപദേശ സംഘങ്ങളെല്ലാം പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കുന്ന അതിലാണ് തുടങ്ങിയിട്ടുള്ളത്. അത് അത് ഇപ്പോഴും എന്റെ വിഷയമല്ല, പക്ഷെ പ്രയോജനമുള്ളതായതുകൊണ്ട് കൂട്ടത്തിൽ പരാമർശിച്ചതേ ഉള്ളൂ. വിഷയവുമായി ബന്ധമുള്ളതാണല്ലോ. അപ്പോൾ പ്രിയ ദൈവമക്കളെ, അതുകൊണ്ട് ത്രിയേക ദൈവം അതിന് ഏറ്റവും നല്ല ഉദാഹരണം നമ്മളാകട്ടോ. സ്തോത്രം. ഏറ്റവും നല്ല ഉദാഹരണം നമ്മൾ തന്നെ. നമ്മൾ 3 ആളത്വങ്ങളും സ്വതന്ത്രമായി നിലനിൽക്കുമ്പോൾ തന്നെ, ഹല്ലേലൂയ, സ്തോത്രം, ഈ 3 ആളത്വങ്ങളും നിലനിൽപ്പിൽ ഒരുമിച്ചാണ്. സ്വതന്ത്രമായി ശുശ്രൂഷിക്കുമ്പോൾ തന്നെ നിലനിൽപ്പിൽ ഒരുമിച്ചാണ്. അങ്ങനെയാണ് പറയേണ്ടത്. സ്തോത്രം. ഞാൻ പറഞ്ഞ് തെറ്റിയോ സംശയം തോന്നുന്നു. സ്വതന്ത്രമായി ശുശ്രൂഷിക്കുമ്പോൾ തന്നെ ഒരുമിച്ചാണ് നിലനിൽക്കുന്നത്. ഇതുപോലെ ത്രിയേക ദൈവവും നിലനിൽപ്പിൽ ഒരുമിച്ചും ശുശ്രൂഷയിൽ സ്വതന്ത്രരുമാണ്. ഹല്ലേലൂയ. ചില ആളുകൾ പറയും ഈ പരിശുദ്ധാത്മാവിനോടാ പ്രാർത്ഥിക്കണം, പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ചിരുന്ന. ഒരിക്കലും നമ്മൾ ഇപ്പൊ കേട്ടോ, പരിശുദ്ധാത്മാവ് പുത്രന്റെ നാമത്തെ മഹത്വപ്പെടുത്തും. എനിക്കുള്ളതിൽ നിന്ന് എടുത്തവനെ അറിയിച്ചു തരുമെന്നാ. സ്തോത്രം. പരിശുദ്ധാത്മാവിനെ കുറയ്ക്കരുത്, കൂട്ടുകരുത്. സ്തോത്രം. നമുക്കിപ്പോ ആ ഒരു അപകടം വന്നു അതെനിക്ക് സംശയമുണ്ട്. കർത്താവ് വരാൻ വൈകിയാലേ കുറച്ച് ദിവസം ഉണ്ടല്ലോ. ഞാൻ പറയുന്ന ഒരു വാക്കിന് വേണ്ടി എനിക്കോട് വിശീലനം ചോദിക്കാം. സ്തോത്രം. കുറെ നാൾ മുമ്പ്, കുറെ വർഷങ്ങൾക്ക് മുമ്പാണ്, ഈവൻ ബിഫോർ ദ കോവിഡ് പാൻഡമിക്, ഞാൻ ഒരു ആർട്ടിക്കിൾ എഴുതി ഞാൻ ഓർക്കുന്നുണ്ട്. ഐ തിങ്ക് ഇറ്റ് വാസ് പബ്ലിഷ്ഡ് ഇൻ സം ഇംഗ്ലീഷ് മാഗസിൻ. ആ ആർട്ടിക്കിളിന്റെ തലക്കെട്ട് ഇങ്ങനെയായിരുന്നു, ഡസ് ദ ഡൗ റീപ്ലേസ് ദ ക്രോസ് എന്നായിരുന്നു. എന്ന് പറഞ്ഞാൽ ഡസ് ദ ഡൗ റീപ്ലേസ് ദ ക്രോസ്. പിന്നെ പ്രാവ് കുരിശിനെ മാറ്റിവെക്കുന്നുണ്ടോ? കുരിശിന്റെ സ്ഥാനത്ത് പ്രാവ് കയറുകയാണോ എന്ന് പറഞ്ഞ് ഞാൻ അത് വളരെ വിശദമായിട്ട് ആ ലേഖനം എഴുതിയത് ഞാൻ ഓർക്കുന്നു. ഡസ് ദ ഡൗ റീപ്ലേസ് ദ ക്രോസ് എന്നായിരുന്നു അതിന്റെ തലക്കെട്ട്. അത് വേറൊരു വിഷയം. സ്തോത്രം. വേറെ വിഷയമല്ല. ഇതൊക്കെ നമ്മുടെ ക്രിസ്ത്യ ജീവിതമായിട്ട് വളരെ ബന്ധമുള്ള കാര്യങ്ങളാണ്. ഉപദേശത്തിൽ കൃത്യത നിലനിർത്തിയില്ലെങ്കിൽ നമുക്ക് തെറ്റിപ്പോകാൻ സാധ്യതയുണ്ട്. തെറ്റായ ആശയങ്ങൾ നമ്മളെ തെറ്റായ അനുഭവങ്ങളിലേക്കും പിന്നെ വഞ്ചനാപരമായ പൈശാചിക കെണികളിലേക്കും അകപ്പെടുത്തി കളയും. അതുകൊണ്ട് പരിശുദ്ധാത്മാവിനാലാണ് നമ്മൾ നിലനിൽക്കുന്നത് തന്നെ. പക്ഷെ പരിശുദ്ധാത്മാവിന്റെ ശുശ്രൂഷയെ, സ്തോത്രം, അമിത പ്രാധാന്യം കൊടുത്ത് മറ്റ് ശുശ്രൂഷകളെ അവഗണിക്കരുതെന്നാ ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. സ്തോത്രം. ആട്ടെ, അത് വേറൊരു വിഷയം, അങ്ങോട്ട് പോണില്ല, മുമ്പോട്ട് പോയിക്കോട്ടെ. അപ്പോൾ ത്രിയേക ദൈവം ഇതുപോലെയാണ്. മനുഷ്യനും ത്രിയേകനായിരിക്കും. ഇനി രക്ഷയുടെ ഈ 3 ഘട്ടങ്ങളും നമ്മളിലെ ഈ 3 ഘട്ടങ്ങളെയാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. ഈ 3 ഘട്ടങ്ങളുമായിട്ടാണ്, ഈ 3 ഭാഗങ്ങളുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. അങ്ങനെ അങ്ങ് പറയാം അല്ലേ. 3 ആസ്പെക്ട്സ് എന്ന് ഇംഗ്ലീഷ് പറയാം. The 3 phases of salvation relate to the 3 aspects of the person of man. മനുഷ്യന്റെ ആണത്വത്തിലെ 3 ഭാഗങ്ങളുമായി ബന്ധപ്പെട്ടവയാണ് രക്ഷയുടെ 3 ഘട്ടങ്ങൾ. സ്തോത്രം. അപ്പോൾ നീതീകരണം എന്നുള്ളത് നമ്മുടെ ആത്മാവിനെ സംബന്ധിക്കുന്നതും, വിശുദ്ധീകരണം എന്നുള്ളത് പ്രധാനമായും നമ്മുടെ ദേഹിയെ സംബന്ധിക്കുന്നതും, പിന്നെ തേജസ്കരണം എന്നുള്ളത് പ്രധാനമായും നമ്മുടെ ശരീരത്തെ സംബന്ധിക്കുന്നതുമാണ്. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, സ്തോത്രം. എന്ന് പറഞ്ഞാൽ നീതീകരണം ആത്മാവിൽ മാത്രമാണെന്ന് ഇരിക്കുന്നില്ല, പ്രധാനമായും എന്നാ ഞാൻ ആവർത്തിച്ച് പറഞ്ഞത് കേട്ടോ. നീതീകരണം പ്രധാനമായും നമ്മുടെ ആത്മാവിനെ സംബന്ധിക്കുന്നതാണ്. നീതീകരണത്തിന്റെ ഫലം നമ്മൾ അനുഭവിക്കുന്നത് പ്രധാനമായും ആത്മാവിലാണ്. സ്തോത്രം. ഇനി വിശുദ്ധീകരണത്തിന്റെ ഫലം നമ്മൾ അനുഭവിക്കുന്നത് പ്രധാനമായും നമ്മുടെ ദേഹിയിലാണ്. ഇനി തേജസ്കരണത്തിന്റെ ഫലം നമ്മൾ പ്രധാനമായി അനുഭവിക്കുന്നത് ദേഹത്തിലാണ്. ഈ 3 നമ്മൾ ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഒന്ന് കഴിഞ്ഞു പോയി എന്നും, ഒന്ന് തുറന്നുകൊണ്ടിരിക്കുന്നു, 3 വരാനിരിക്കുന്നേ ഉള്ളൂ, 3ാമത് വരാനിരിക്കുന്നേ ഉള്ളൂ എന്ന് പറഞ്ഞ് അങ്ങനെ അങ്ങ് ബൈഫർക്കേറ്റ് ചെയ്ത് 3 കമ്പാർട്ട്മെന്റ്സ് ആക്കി അങ്ങ് മാറ്റിക്കളയാനായിട്ട് നമുക്ക് കഴിയില്ല. നാം ഇന്ന് നീതീകരണത്തിന്റെ സന്തോഷം അനുഭവിക്കുന്നുണ്ട്, നാം നീതീകരണത്തിന്റെ അനുഭവം അനുഭവിക്കുന്നുണ്ട്, നാം വിശുദ്ധീകരണത്തിന് മുന്നേറുന്നുണ്ട്. തേജസ്കരണവും കേട്ടോ,
നാം തേജസ്കരിക്കപ്പെട്ടിരിക്കുന്നു. തത്വത്തിൽ നമ്മൾ തേജസ്കരിക്കപ്പെട്ടു. അതല്ലേ റോമാലേഖനം 8 നമ്മൾ വായിക്കുന്നത്? അവൻ മുന്നേ അറിഞ്ഞവരെ തന്റെ പുത്രൻ അനേക സ്വരമല ആദിജാതനാകേണ്ടത് തന്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ മുൻ നിയമിച്ചിരിക്കുന്നു. മുൻ നിയമിച്ചവരെ വിളിച്ചും വിളിച്ചവരെ നീതീകരിച്ചും നീതീകരിച്ചവരെ തേജസ്കരിച്ചുമിരിക്കുന്നു. ഞാൻ വായിച്ചത് 29 റോമർ 8:29-30 28 നമുക്ക് എല്ലാവർക്കും അറിയാം. എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നത് എന്നെ പ്രായോഗിക്കുന്നത് സർവ്വതന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നത് അറിയുന്നു. അതിന് തൊട്ടടുത്ത വാക്യങ്ങളാ. സ്തോത്രം. തേജസ്കരിച്ചുമിരിക്കുന്നു. തേജസ്കരണം ഹാസ് ഓൾറെഡി സ്റ്റാർട്ടഡ് ഇൻ आवर പേഴ്സൺ. നമ്മുടെ ആളത്വത്തിൽ തേജസ്കരണം ആരംഭിച്ചു കഴിഞ്ഞു. ശരീരത്തിന് വീണ്ടെടുപ്പായ പുത്രത്വം, അതിന്റെ പുത്രത്വത്തിന്റെ പൂർണ്ണതയാണ് നമ്മൾ കർത്താവിന് മടങ്ങിവരവിൽ പ്രാപിക്കാൻ പോകുന്നത്. ഇപ്പോൾ തേജസ്കരണം നമ്മൾ ഓൾറെഡി നമ്മുടെ ശരീരത്തിൽ അനുഭവിക്കുവാൻ ദൈവം കൃപ നൽകിയിരിക്കുക. സ്തോത്രം. അതുകൊണ്ടാണ് രക്ഷിക്കപ്പെട്ട ഒരു ദൈവ പൈതലിന്റെ ശരീരമണ്ഡലത്തിലും ആ രക്ഷയുടെ അനുഭവത്തിന്റെ സാക്ഷ്യമുണ്ടായിരിക്കണമെന്ന് പറയുന്നത്. സ്തോത്രം. എല്ലാവരും എന്റെ കൂടെ ഒക്കെ ഉണ്ടോ? സ്തോത്രം. ഈ പറയുന്ന ഒന്നും വൃഥാ വാക്ക് പറയല്ല, ചുമ്മാ പറയല്ല, എല്ലാം ഞാൻ സൂക്ഷിച്ചാ പറയുന്നത്. നിങ്ങൾക്ക് എന്നോട് വിശദീകരണം ചോദിക്കാം. സ്തോത്രം. ആട്ടെ, ഞാൻ മുമ്പോട്ട് പോയിക്കോട്ടെ. അടുത്ത ഭാഗത്തേക്ക് പോകാനായിട്ട് ഇന്നിനി സാവകാശം ഉണ്ടെന്ന് തോന്നുന്നില്ല. അതുകൊണ്ട് സ്ത്രീയത്വത്തെ കുറിച്ച് പറഞ്ഞത് മറ്റൊരാൾ പറഞ്ഞു കൊടുക്കത്തക്കതുപോലെ ഇച്ചിരി കൂടെ ഒന്ന് വിശദീകരിക്കാം. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, അപ്പോൾ നമ്മുടെ ദൈവം ത്രിയേക ദൈവമാണ്. മറ്റ് പല മതങ്ങളും ഏകദൈവത്തെ പല മതങ്ങളും ഇല്ല. ഏകദൈവ വിശ്വാസം എന്ന് പറഞ്ഞ് വേറെ മതങ്ങളൊക്കെ പറയുന്നുണ്ട്. ആ മറ്റ് മതങ്ങൾ പറയുന്ന ഏകദൈവ വിശ്വാസം എന്ന് പറഞ്ഞാൽ ഒറ്റയാന്മാരാ. ഒരു മൂർഖനായ ഒരൊറ്റയാൻ എന്ന ഒരു ബന്ധമാണ്, ഒരു അവസ്ഥയാണ് മറ്റേ ചിലരൊക്കെ പറയുന്ന ഏകദൈവത്തിനുള്ളത്. മൂർഖനായ ഒരൊറ്റയാൻ. ആട്ടെ, നമ്മുടെ ദൈവം അങ്ങനല്ല, ത്രിയേകനാണ്. ത്രിയേകനായ ദൈവമാണ്, സ്നേഹവുമാണ്. ദൈവപ്രകൃതത്തിലെ എല്ലാ സവിശേഷ ഗുണവിശേഷങ്ങളും തുല്യപ്രധാനങ്ങളാണ്. എന്നോട് പറയാം, ത്രിയേക ദൈവത്തിന്റെ സ്വഭാവ പ്രകൃതത്തിലെ അല്ലെങ്കിൽ സ്വഭാവത്തിലെ പ്രകൃതത്തിലെ എല്ലാ സ്വഭാവ വിശേഷങ്ങളും തുല്യപ്രധാനങ്ങളാണ്. എങ്കിലും മുമ്പേ ഞാൻ പറഞ്ഞ പോലെ സമന്മാരിൽ ഒന്നാമനായി നിൽക്കുന്നത് സ്നേഹമാണ്. അതുകൊണ്ടല്ലേ യോഹന്നാൻ ദൈവം സ്നേഹം തന്നെ എന്ന് പറഞ്ഞ സ്നേഹമാണ്. ദൈവം സ്നേഹമാണ്. അപ്പൊ സ്നേഹമെന്ന പ്രകൃതമാണ് ദൈവ സ്വഭാവത്തിൽ ഏറ്റവും മുമ്പിൽ നിൽക്കുന്നത്. സ്തോത്രം. അപ്പോൾ ഈ സ്നേഹമെന്ന് പറഞ്ഞാലോ, സ്നേഹമെന്ന് പറഞ്ഞാൽ പകരപ്പെടേണ്ടതും സ്വീകരിക്കപ്പെടേണ്ടതുമായ ഒരു ചലനാത്മക പ്രകൃതമാണ്. സ്നേഹം പകരപ്പെടുകയും സ്വീകരിക്കപ്പെടുകയും ചെയ്യേണ്ട ഒരു ചലനാത്മക പ്രകൃതമാണ്, ഒരു കൈനറ്റിക് ഇമോഷനാണ്. സ്തോത്രം. അപ്പോൾ ഈ ദൈവം സ്നേഹമാണ്. ദൈവം എന്നും സ്നേഹമാണ്. ദൈവത്തിന് ഒരു മാറ്റവും ഇല്ല കേട്ടോ, ഒരു മാറ്റവുമില്ല. ദൈവം അനാദിയിൽ ആരായിരുന്നുവോ ഇന്നും അങ്ങനെ തന്നെ, എന്നും അങ്ങനെ തന്നെ ആയിരിക്കും. സ്തോത്രം. എന്നും അവിടുന്ന് സർവസമ്പൂർണനാണ്. ഈ സർവസമ്പൂർണനായ ദൈവത്തിൽ, സ്തോത്രം, സ്നേഹമെന്ന പ്രകൃതം, ആ സ്വഭാവ വിശേഷമാണ് ഏറ്റവും മുമ്പിൽ നിൽക്കുന്നത്. ഞാൻ പറഞ്ഞു, എല്ലാം കൂട്ടത്തിലുണ്ട്, എങ്കിലും നടുക്ക് നിൽക്കുന്ന, ഒരു നിരയാതെ നിൽക്കുന്നതിന് നടുക്ക് നിൽക്കുന്നവർ ഇതിൽ, അതാണ് സമന്മാരിൽ ഒന്നാമൻ എന്നുള്ള പോലെ സ്നേഹം. ഈ സ്നേഹമാണല്ലോ പകരപ്പെടുകയും ചെയ്യണം, സ്വീകരിക്കപ്പെടുകയും ചെയ്യണം. അവിടെ പകരപ്പെടുകയും സ്വീകരിക്കപ്പെടുകയും ചെയ്യണമെങ്കിൽ ദൈവം മാത്രമുള്ള അനാദിയിൽ, ദൈവം മാത്രമുള്ള അനാദിയിൽ, ആ ദൈവം മാത്രമുള്ള അനാദിയിൽ ഈ ദൈവസ്നേഹം സജീവമായിരുന്നത് എങ്ങനെയാ? കാരണം അത് പകരപ്പെടുകയും സ്വീകരിക്കപ്പെടുകയും ചെയ്യേണ്ടതല്ലായിരുന്നോ? അത് സജീവമായിരുന്നത് എങ്ങനെയാ? അതോ അത് ഉറഞ്ഞു നിൽക്കുമായിരുന്നോ? സജീവമല്ലാതിരിക്കാതെ ഇല്ല. മാത്രമല്ല, ഇനി ദൈവത്തെ സ്നേഹിക്കാൻ വേറെ ആരും മുതിരുന്നിരുന്നിരിക്കും. അവിടെ ദൈവത്തെ സ്നേഹിക്കുന്ന മനുഷ്യനാണ്. അത് അടുത്ത ദിവസം ഞാൻ വിശദീകരിക്കാം. ദൈവം സ്നേഹിക്കുന്ന മനുഷ്യനാണ്. മനുഷ്യൻ ദൈവത്തെ സ്നേഹിക്കണം, ദൈവം ആഗ്രഹിക്കണം. അപ്പോൾ മനുഷ്യന്മാരാരും ദൈവത്തെ, ഞങ്ങളെല്ലാവരും ദൈവമേ നിന്നെ ബോയ്ക്കോട്ട് ചെയ്യുക. ഞങ്ങൾ ഇതിനെ, നമുക്കറിയാലോ ഇന്ത്യക്കാർക്ക് ഉണ്ടൊരു ബോയ്ക്കോട്ടിങ്. ഗാന്ധി നമ്മളെ പഠിപ്പിച്ചതല്ലേ അത്, ബോയ്ക്കോട്ടിങ്, നിസ്സഹകരണ പ്രസ്ഥാനം. ഈ ബോയ്ക്കോട്ട് ചെയ്യും, ഞങ്ങൾ ഇതിനെ ബോയ്ക്കോട്ട് ചെയ്തിരിക്കുന്നു. എല്ലാവരും അങ്ങ് ബോയ്ക്കോട്ട് ചെയ്താൽ ദൈവത്തിന്റെ സ്നേഹം പിന്നെയും പകരപ്പെടാൻ ആളില്ലാതെ അയ്യോ സ്നേഹം ഉറഞ്ഞു നിന്നു പോവോ? ഇല്ല. ദൈവത്തിന് എന്തെങ്കിലും ഒരു താല്പര്യമുണ്ടെങ്കിൽ
ആ താല്പര്യം നിവർത്തിക്കാനുള്ള പൂർണ്ണത ദൈവത്തിൽ തന്നെ ഉണ്ട്. സ്തോത്രം. അപ്പൊ ദൈവം സ്നേഹമാണെങ്കിൽ, സ്നേഹം പകരപ്പെടുകയും സ്വീകരിക്കപ്പെടുകയും ചെയ്യേണ്ട വികാരമാണെങ്കിൽ, ആ സ്നേഹം പകരുകയും സ്വീകരിക്കുകയും ചെയ്യത്തക്ക ആളത്വ ബഹുത്വം ദൈവം എന്ന ഏകത്വത്തിലുണ്ട്. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. ആ സ്നേഹത്തിന്റെ ആത്മാവ്. ദൈവം സ്നേഹമാണ്. സ്തോത്രം. നോക്കണേ, ഹല്ലേലൂയ. നോക്കണേ, ഈ മൂന്ന് ആളത്വങ്ങൾ പരസ്പരമുള്ള സ്നേഹ കൂട്ടായ്മയുടെ പൂർണ്ണതയിൽ ദൈവം തന്നിൽ തന്നെ സർവസമ്പൂർണനായി വാഴുന്ന അനാദിയിൽ ആ സ്നേഹത്തിൽ പങ്കുചേരുവാൻ, മനുഷ്യനെ സൃഷ്ടിക്കാൻ ദൈവത്തിന് തിരുവുള്ളമായി. അതിനാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്. സ്തോത്രം. അപ്പൊ നോക്കണേ, എന്നാൽ സ്നേഹം പങ്കിടാൻ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ ദൈവത്തോട് മത്സരിച്ച് ദൈവത്തെ ബോയ്ക്കോട്ട് ചെയ്താലും, വാവ്, എല്ലാവരും ബോയ്ക്കോട്ട് ചെയ്താലും ദൈവത്തിന് സ്നേഹം സജീവമായിരിക്കും. മൂന്നാളത്വങ്ങൾ പരസ്പരമുള്ള സ്നേഹക്കൂട്ടായ്മയുടെ പൂർണ്ണതയിൽ ദൈവം എന്നും തന്നെ തന്നെ പൂർണ്ണനായിരിക്കും. അതാ ഞാൻ പറഞ്ഞത്, ദൈവത്തിന് എന്തെങ്കിലും ഒരു താല്പര്യമുണ്ടെങ്കിൽ ആ താല്പര്യം നിവർത്തിക്കാനുള്ള പൂർണ്ണത ദൈവമെന്ന ആ ഏകത്വത്തിലുണ്ടായിരിക്കും. അതുകൊണ്ടാണ് ഏകസത്യ ദൈവത്തിൽ ആളത്വ ബഹുത്വമുണ്ട്. മൂന്ന് ആളത്വങ്ങൾ ഒരുമിച്ച് ചേർന്ന് ഏക ആളായിരിക്കുന്നവനാണ് നമ്മുടെ സർവശക്തനായ സർവസമ്പൂർണനായ ദൈവം, ത്രിയേക ദൈവം. അപ്പോൾ ബൈബിൾ വെളിപ്പെടുത്തിയിരിക്കുന്ന സ്നേഹസമ്പൂർണനായ ദൈവം തന്നിൽ തന്നെ പൂർണ്ണനായിരിക്കണമെങ്കിൽ ആ ദൈവം ത്രിയേകനായിരിക്കണം. ത്രിയേകനായിരിക്കുന്നില്ലെങ്കിൽ അവിടുന്ന് തന്നിൽ തന്നെ പൂർണ്ണനായിരിക്കുവാൻ കഴിയുന്നതല്ല. കാരണം അവിടുന്ന് സ്നേഹമല്ലേ. സ്നേഹം പകരപ്പെടണ്ടേ, സ്നേഹം സ്വീകരിക്കപ്പെടണ്ടേ. സ്തോത്രം. അതിന് ആളത്വ ബഹുത്വം ദൈവത്തിൽ ഉണ്ടായിരിക്കണ്ടേ. അതെ, സ്തോത്രം. ത്രിയേക ദൈവത്തിലെ ഈ മൂന്നാളത്വങ്ങൾ പരസ്പരമുള്ള സ്നേഹക്കൂട്ടായ്മയുടെ പൂർണ്ണതയിൽ തന്നിൽ തന്നെ സർവസമ്പൂർണനായി വിരാജിച്ചരുളുമ്പോൾ, ഹല്ലേലൂയ, സ്തോത്രം, ആ സ്നേഹക്കൂട്ടായ്മയിലേക്ക്, സ്തോത്രം, നമ്മളെ മനുഷ്യന്മാരെ കൂടെ ഉൾപ്പെടുത്തുവാൻ ദൈവത്തിന് തിരുവുള്ളമായി. അതിനാ മനുഷ്യനെ സൃഷ്ടിച്ചത് തന്നെ കേട്ടോ. നിങ്ങളാരും തെറ്റിദ്ധരിക്കരുത്. ദൈവം അവിടുത്തെ സ്തുതിക്കാൻ മാലാഖമാരെ സൃഷ്ടിച്ചു. സ്തുതിക്കാൻ സൃഷ്ടിച്ച മാലാഖമാർ ദൈവത്തോട് മത്സരിച്ച് മത്സരികളായി പോയപ്പോൾ വീണുപോയ മാലാഖമാർക്ക് പകരം ദൈവത്തെ സ്തുതിക്കാൻ മനുഷ്യരെ സൃഷ്ടിച്ചു എന്ന് നിങ്ങൾ ആരും തെറ്റായി ധരിക്കരുത്. മാലാഖമാർക്ക് പകരം സൃഷ്ടിക്കപ്പെട്ടവരല്ല മനുഷ്യര്. ദൈവം വെച്ചാൽ അടുത്ത ദിവസങ്ങളിൽ ഞാൻ കൂടുതൽ വിശദീകരിക്കാം. We are no substitutes for angels, and God has not created man exclusively to praise him. ദൈവത്തെ സ്തുതിക്കാൻ വേണ്ടി മാത്രമല്ല ദൈവം മനുഷ്യ സൃഷ്ടി. അതുകൊണ്ട് സ്തുതിക്കുന്നത് കൊണ്ട് മാത്രം ദൈവം നമ്മളിൽ പ്രസാദിക്കുന്നുമില്ല. സ്തോത്രം. നമ്മൾ ദൈവത്തെ സ്തുതിക്കുമ്പോൾ ദൈവത്തിന് മഹത്വം വർദ്ധിക്കുന്നില്ല. കാര്യം, വർദ്ധിക്കുവാൻ കഴിയാതെ വണ്ണം പൂർണ്ണതയുള്ള അവസ്ഥയിലാണ് ദൈവത്തിന്റെ മഹത്വം. ദൈവം തന്നിൽ തന്നെ പൂർണ്ണ. നിങ്ങളൊന്ന് ഓർത്ത് നോക്കിയേ, ഈ പൂർണ്ണത എന്ന് പറയുന്നത് എന്താണ്? വാട്ട് ഈസ് പെർഫെക്ഷൻ? പെർഫെക്ഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ദാറ്റ് സ്റ്റേറ്റ് wherein nothing can be added to it or nothing can be removed and nothing should be removed from it. അതാണ് ഈ പെർഫെക്ഷൻ എന്ന് പറയുന്നത്. ദൈവം പെർഫെക്റ്റ് ആണ്. ദൈവത്തിന്റെ മഹത്വം പെർഫെക്റ്റ് ആണ്. ഒരു ഗ്ലാസ്സിൽ വെള്ളം തുളുമ്പ വെച്ചിരിക്കുന്നു. തുളുമ്പ് മാക്സിമം ഇത് നിറച്ചേക്കുക. അരത്തുള്ളി വെള്ളം അതിനകത്തോട്ട് ഒഴിച്ചാൽ ആ അരത്തുള്ളി കവിഞ്ഞു പോകും. കാര്യം അരത്തുള്ളി അതിനകത്ത് കേറൂല, അതിനകത്ത് ചേരൂല. ആ അരത്തുള്ളി അധികപ്പറ്റാവും. നോക്കണേ, അരത്തുള്ളി കേറാൻ അതിനകത്ത് പഴുതില്ല. നോക്കണേ, ഇതുപോലെയാണ് സ്തോത്രം. ദൈവത്തിന്റെ മഹത്വം പൂർണ്ണതയുള്ളതാ. നമ്മൾ എത്ര ദൈവത്തെ സ്തുതിച്ചാലും ദൈവത്തിന്റെ മഹത്വം വർദ്ധിക്കയില്ല. നമ്മൾ ദൈവത്തെ എത്ര പഴിച്ചാലും, അറിയാം യേശുവിനെ കുറിച്ച് എന്തൊക്കെ ദോഷം ഓരോ ദ്രോഹികൾ പറയണത്. അതുകൊണ്ട് ദൈവത്തിന്റെ മഹത്വത്തിന് ഒരു കുറവും ഉണ്ടാകുകയുമില്ല.
സ്തോത്രം. അത്ര തികവുള്ള. അപ്പൊ നമ്മൾ സ്തുതിക്കുമ്പോൾ പിന്നെ എന്താ സംഭവിക്കും? നമ്മൾ അനുഗ്രഹിക്കപ്പെടുകയാ. നമ്മൾ അനുഗ്രഹിക്കപ്പെടുകയും ദൈവം നമ്മളിൽ പ്രസാദിക്കുകയും ചെയ്യുക. അല്ലാതെ ദൈവത്തിന് മഹത്വം വർദ്ധിക്കുകയല്ല. അതാ ഞാൻ പറഞ്ഞത്, ദൈവം തന്നിൽ തന്നെ സർവസമ്പൂർണനാണ്. ആ സർവസമ്പൂർണനായ ദൈവം, സ്നേഹവാനായ ദൈവം തന്നിൽ തന്നെ പൂർണ്ണനായിരിക്കണമെങ്കിൽ അവിടുന്ന് ആളത്വ ബഹുത്വമുള്ളവനായിരിക്കണം. സ്തോത്രം. നമ്മൾ തന്നെ നമ്മുടെ കാര്യങ്ങൾ നമ്മൾ ഓർത്ത് നോക്കി, നമ്മൾ തന്നെ നമ്മളോട് തന്നെ സംസാരിക്കാറില്ലേ? ഓർത്ത് നോക്കണം. നമ്മളിപ്പം ഈ ഇംഗ്ലീഷിലൊരു പ്രയോഗമുണ്ട്, ഹോൾഡിംഗ് കോൺഫറൻസ് എമംഗ് വൺ സെൽഫ് എന്നൊരു പ്രയോഗമുണ്ട്. ഒരാള് തന്നെ ഒരു കോൺഫറൻസ് കൂടുക എന്ന് പറയും. ഇപ്പൊ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ മാത്രമുള്ളൂ, പെട്ടെന്ന് വളരെ ഗൗരവമായ ഒരു തീരുമാനം എടുക്കണോ, നമ്മളതിന്റെ പ്രോസ് ആൻഡ് കോൺസ് എല്ലാം കൂടെ പെട്ടെന്ന് അത് ചെയ്ത അത് അങ്ങനെയായാലും ഇതിങ്ങനെ ഇങ്ങനെയായാലും ഇങ്ങനെ, എന്ത് എന്നാ ചെയ്യണം? പെട്ടെന്ന് 10 മിനിറ്റ് തീരുമാനം എടുക്കണം. പെട്ടെന്ന് നമ്മളതെല്ലാം ചിലപ്പോൾ ചില ബുദ്ധിമാന്മാർ കുറിച്ച് പോകും. ആദ്യം ചെയ്താൽ ഈ കുഴപ്പം, ഇത് ചെയ്താൽ ആ കുഴപ്പം, അത് ചെയ്താൽ ഈ നേട്ടം, ഇത് ചെയ്താൽ ആ നേട്ടം. പെട്ടെന്ന് നമ്മൾ എല്ലാം കൂടി അങ്ങോട്ട് കൂട്ടിച്ചേർത്ത് നമ്മുടെ ബുദ്ധിയും പിന്നെ നമ്മുടെ മനസാക്ഷിയും പിന്നെ നമ്മുടെ തീരുമാനശേഷിയും ഇതെല്ലാം കൂടി അങ്ങോട്ട് കൂടിച്ചേർന്ന് എല്ലാ വശങ്ങളും നമ്മുടെ ചിന്തയിൽ പരിഗണിച്ച് വിലയിരുത്തി ഒരു കോൺഫറൻസ് കൂടുക നമ്മള്. കണ്ടോ, നമ്മുടെ എല്ലാ ഫാക്കൽറ്റീസും കൂടി അതിനകത്ത് അങ്ങ് കൂടിച്ചേർന്നു. നമ്മുടെ റീസണിങ് എബിലിറ്റി, നമ്മുടെ എത്തിക്കൽ ക്വാളിറ്റീസ്, ഇതെല്ലാം കൂടി നമ്മുടെ മനസാക്ഷി, ഇതെല്ലാം കൂടി അതിനകത്ത് അങ്ങോട്ട് കൂടിച്ചേർന്ന് ഒരു കോൺഫറൻസ് അങ്ങോട്ട് കൂടിയിട്ട് അവസാനം ഒരു തീരുമാനം എടുക്കും, ഇല്ലേ? അതാണ് ഹോൾഡിംഗ് കോൺഫറൻസ് എമംഗ് വൺ സെൽഫ് എന്നൊരു പ്രയോഗമുണ്ട്. അപ്പൊ നമ്മൾ തന്നെ എന്ത് ചെയ്യാം? നമ്മൾ തന്നെ ഒരു കൂട്ടായ്മ ആയിരിക്കാം. നോക്കണേ, ത്രിയേക ദൈവം, ഈ സർവസമ്പൂർണനായ ദൈവം, ഹല്ലേലൂയ, തന്നിൽ തന്നെ പൂർണ്ണനായ ദൈവം, സ്തോത്രം, ആ സ്വരൂപത്തിലും ആ സാദൃശ്യത്തിലും നമ്മളെ ത്രിയേകന്മാരായി സൃഷ്ടിച്ചിരിക്കുന്നത്. ഇനി ആരും ത്രിയേകത്വത്തെ കുറിച്ച് ആരും സംശയിക്കരുത് കേട്ടോ. ആര് എന്നെ ഉടക്കി ചോദിച്ചാൽ ഒന്നാം തരം ഉത്തരം കൊടുക്കാൻ നിങ്ങൾക്ക് കഴിയണം. സ്തോത്രം. നാട്യ സൗകര്യങ്ങളെ ദൈവം നിങ്ങൾ അതിനെ പ്രാപ്തരാക്കട്ടെ. പ്രത്യേകിച്ച് നിങ്ങൾ താമസിക്കുന്ന രാജ്യത്ത് നമ്മുടെ കുഞ്ഞുങ്ങളെ മറ്റുള്ളവരെ സ്വാധീനിക്കുന്ന നമ്മുടെ കുഞ്ഞുങ്ങളെ നല്ല ഒന്നാമതൊരു ആരൊക്കെ ഉറപ്പിച്ചു കൊടുത്തേക്കണം കേട്ടോ. നല്ല മിടുക്കന്മാരാക്കി ഈ കാര്യം നല്ല അടിത്തറയിട്ടേ നമ്മുടെ കുഞ്ഞുങ്ങളെ വിടാവും. അടിത്തറയിട്ട് വിട്ടാൽ പിന്നെ ഒരു കുഴപ്പവും വരികയില്ല. അവരെവിടെ ചെന്നാലും ഒരു നല്ല തൻ്റെടായിട്ട് നിൽക്കുക തന്നെ ചെയ്യും. ആട്യ സൗകര്യങ്ങളെ. അപ്പോൾ ഈ 3 ഘടകങ്ങളിലും രക്ഷയ്ക്ക് നമ്മളിലെ, അത് ഞാൻ പറഞ്ഞു, അതാ ദേഹം, ദേഹി, ആത്മാവ്, അല്ലെങ്കിൽ ആത്മാവ്, ദേഹി, ദേഹം, ഈ 3 ഘടകങ്ങളിലും സ്തോത്രം രക്ഷയുടെ സ്വാധീനം ഉണ്ടാകും. അതാണ് നീതീകരണം, വിശുദ്ധീകരണം, തേജസ്കരണം. സ്തോത്രം. അപ്പൊ നീതീകരണം ആത്മാവിനെ പ്രധാനമായും സ്വാധീനിക്കുന്നു, വിശുദ്ധീകരണം ദേഹിയെ പ്രധാനമായും സ്വാധീനിക്കുന്നു, തേജസ്കരണം ശരീരത്തെ പ്രധാനമായും സ്വാധീനിക്കുന്നു. കർത്താവിന്റെ വരവ് വൈകിയാൽ നമുക്ക് ഇത് സംബന്ധമായി ഇപ്പൊ ഇന്നൊരു ഇൻട്രൊഡക്ടറി പാർട്ട് എന്ന് വിചാരിച്ചാൽ മതി. What are we going to study in the coming days? The coming means if the coming of the Lord delays. കർത്താവിന് മടങ്ങി ഒരു വൈകിയാൽ അടുത്ത ദിവസങ്ങൾ എന്താ ചിന്തിക്കാൻ പോകുന്നതിനെ കുറിച്ച് നിങ്ങൾക്ക് ഒരു ഉൾക്കാഴ്ച കിട്ടിയത് വിശ്വസിക്കുക. സൗരങ്ങളെ, നമ്മള് വലിയ പദവിക്കായി, വലിയ പ്രത്യാശയ്ക്കായി, വലിയൊരു ഉദ്ദേശ്യത്തിനായി ദൈവത്താൽ വിളിച്ചു വേർതിരിക്കപ്പെട്ടവരാണ്. നമ്മുടെ രക്ഷയിൽ ഈ 3 ഘടകങ്ങൾ ഉൾക്കൊള്ളുന്നുണ്ട്. സ്തോത്രം. അതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കുവാനും നമ്മുടെ രക്ഷയെക്കുറിച്ച് സ്തോത്രം നല്ല ഉറപ്പുള്ളവരായിരിക്കാനും മറ്റുള്ളവർക്കോട് ഈ രക്ഷാവചനം വ്യക്തമായി ബോധ്യപ്പെടുത്തി കൊടുക്കുവാനും സർവ്വകൃപാലുവായ ദൈവം നമുക്ക് എല്ലാവർക്കും കൃപ നൽകട്ടെ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. സത്യോടെ കേട്ട നിങ്ങൾക്ക് ദൈവനാമത്തിൽ ഞാൻ നന്ദിയും വന്ദനവും പറയുന്നു. ഞാൻ പറഞ്ഞതിനെ സംബന്ധിച്ച് വിശദീകരണം ദയവായി നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ദയവായി നിങ്ങൾ ചോദിക്കണം, പ്ലീസ്. കർത്താവിന് മടങ്ങി ഒരു നാളേക്ക് മുമ്പ് ഉണ്ടായാൽ സ്തോത്രം, നമ്മൾ ആരും നഷ്ടപ്പെട്ടു പോകാതെ കർത്താവിനുള്ള ആ സ്നേഹത്തിൽ നിൽക്കാൻ നിങ്ങൾ കർത്താവിനെ ദൈവം നിങ്ങളെ കുറിച്ച് ആഗ്രഹിക്കുന്ന നിങ്ങൾ വെറുതെ സ്തുതിച്ചുകൊണ്ടായില്ല. ദൈവത്തെ സ്നേഹിക്കണം. ആ സ്നേഹത്തിന്റെ ഫലമായിട്ട് സ്തുതിച്ചോണം, ആർത്തുല്ലസിച്ച് സ്തുതിച്ചോണം. അത് സ്പോണ്ടേനിയസ് ആയിരിക്കും. ആരും പറഞ്ഞിട്ട് സ്തുതിക്കാതിരിക്കരുത്. സ്തോത്രം. നോക്കണേ, ദൈവ സ്നേഹത്താൽ പ്രേരിപ്പിക്കപ്പെട്ട് സ്നേഹവാനായ ദൈവത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്തി ആ സ്നേഹത്തിൽ പ്രമോദിച്ച് ആ സ്നേഹത്തിൽ സന്തോഷിച്ച് ഹല്ലേലൂയ കർത്താവിനുള്ള കൂട്ടായ്മയിൽ നിലനിൽക്കുവാൻ കർത്താവ് കൃപ നൽകട്ടെ. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. വന്ദനം. സ്തോത്രം. ദൈവത്തിന് നന്ദി നിറഞ്ഞ